മനുഷ്യൻ്റെ പ്രശ്നം ദാരിദ്ര്യമല്ല, പട്ടിണിയല്ല, ഇല്ലായ്മയല്ല, ധാരാളിത്തമാണ്. ധാരാളിത്തത്തിൻ്റെ പേരിലുള്ള കേസുകൾ. 90കളിൽ പ്രേമവിവാഹങ്ങൾ, അവയുടെ പരാജയങ്ങൾ, വല്ലപ്പോഴും ചില ഇൻ്റർകാസ്റ്റ് മാരേജസൊക്കെ എന്നെ തേടി വന്നിട്ടുണ്ട്. പണ്ട് പ്രേമം പാപമായിരുന്നു, അറിയത്തില്ലല്ലേ? നിനക്കറിയത്തില്ലല്ലേ? എൻ്റെയൊക്കെ സമയത്ത് മക്കളെ പ്രേമിക്കണേ ഭയങ്കര പാടായിരുന്നു. പ്രേമമൊക്കെ തോന്നിയിട്ടുണ്ടോ? തോന്നിയാൽ തന്നെ ഇപ്പം എന്നാ കാണിക്കാനാ? ആരും കാണാതൊരു പ്രണയലേഖനം എഴുതി ഉണ്ടാക്കി ഉദ്ദേശിക്കുന്ന ആൾക്ക് കൊടുക്കാൻ ഒരാളെ കണ്ടുപിടിച്ച് കൊടുത്തു വിട്ട് അയാളത് വായിച്ച് പഠിച്ച് മറുപടി എഴുതി വേറെ ഒരാളെ കണ്ടുപിടിച്ച് കൊടുത്തു വിട്ട് അതെൻ്റെ കിട്ടി വന്നപ്പോഴത്തേക്ക് എൻ്റെ കല്യാണം കഴിഞ്ഞല്ലോ. സത്യം. 3 പ്രാവശ്യം കണ്ട ഒരുത്തൻ്റെ കൂട്ടത്തിൽ ഈ 51 വർഷമായിട്ട് ജീവിക്കുന്ന എന്നെ സമ്മതിക്കണ്ടേ? ഞാൻ തന്നെ എന്നെ സമ്മതിക്കണമെന്ന് പറയും. കാരണം ഒന്ന് പെണ്ണ് കാണാൻ വന്നല്ലോ, പിന്നെ ആ പാർട്ടീനെ കണ്ടത് എൻഗേജ്മെൻറ്റിന് പള്ളിയിൽ വെച്ച്. ആ പാർട്ടി തന്നെയാണോ ഈ പാർട്ടി എന്ന് എനിക്കിപ്പോഴും സംശയമുണ്ട്. നമ്മൾ അത്രയല്ലേ കണ്ടുള്ളൂ. പിന്നെ കല്യാണത്തിനാണ് കണ്ടത്. അതെ, അന്ന് സേവ് ദ ഡേറ്റ് ഇല്ലല്ലോ, അന്ന് ഫോട്ടോഷൂട്ട് ഇല്ലല്ലോ, അന്ന് വാട്സാപ്പ് ഇല്ലല്ലോ, ഇൻസ്റ്റ ഇല്ലല്ലോ. എന്നാ ഒരു നാണം കെട്ട ജീവിതമായിരുന്നു. അതെ എൻ്റെ പൊന്നോ, അതുകൊണ്ടായിരിക്കും ഇത്രയും വർഷം അങ്ങ് പോകാൻ പറ്റുമെന്ന് എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്. അതെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇന്ന് നമ്മുടെ മക്കൾക്ക് ജാതി പ്രശ്നമല്ല, മതം പ്രശ്നമല്ല. ഇന്ന് രാവിലെ ഞാൻ ചെയ്ത ഒരു കേസ്, നമ്മുടെ കൊച്ചാണ് എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ, മറ്റവനൊരു ഹിന്ദുവാണ്. അവൾ എന്നോട് ചോദിക്കുന്നത്, ആരാണ് മതം കണ്ടുപിടിച്ചത്, ആരാണ് ജാതി കണ്ടുപിടിച്ചത്? എറണാകുളത്ത് നിന്ന് വന്ന കേസാണ്. അവൾ മൈക്രോബയോളജിയും കഴിഞ്ഞ് വേറെ നാട്ടെല്ലാം കഴിഞ്ഞ് നല്ലൊരു ജോലി പലരിടത്ത് ചെയ്യുന്ന പെണ്ണാണ്, വിദ്യാഭ്യാസം ഇല്ലായിട്ടല്ല. അവൾ എന്നോട് ചോദിക്കുന്നത്, ഇവർക്ക് അങ്ങോട്ട് സമ്മതിച്ചാൽ എന്നെ കുഴപ്പം? നീ കണ്ടുപിടിച്ചിരിക്കുന്ന ഹിന്ദു എന്ന് പറയുന്നവൻ ഒരു തമിഴ് ഹിന്ദുവാണ്, ഊട്ടിയിലെങ്ങാണ്ട് ഉള്ളതാണ്, ഇവിടെ എങ്ങും ഉള്ളതല്ല, ഇൻസ്റ്റയിൽ പരിചയപ്പെട്ടതാണ്, എന്നിട്ട് പിന്നെ വന്ന് ഇവിടെ കണ്ട്. അപ്പോൾ അവൾ എന്നോട് ചോദിക്കുന്നത്, എൻ്റെ അപ്പനും അമ്മയ്ക്കും എൻ്റെ സന്തോഷമല്ലേ വലുത്, അപ്പോൾ അവൻ്റെ കൂടെ ജീവിക്കുന്ന ആ സന്തോഷം. ഞാൻ പറഞ്ഞ അല്ല, അവൻ്റെ കൂടെ ജീവിക്കുന്ന അല്ല സന്തോഷം. അപ്പം ഇങ്ങനെ വരികയാണ്. ജാതി പ്രശ്നമല്ല, മതം പ്രശ്നമല്ല, വിശ്വാസ ദർശനം കൊടുക്കേണ്ടത് ആരാണ്? പിള്ളേർക്ക്. അതെ, അപ്പം ഇതൊന്നും ഒരു പ്രശ്നമല്ല. നിങ്ങൾക്കറിയാം, ഇവിടെ ക്രിമിനലിസം കൂടുന്നു, കുറ്റകൃത്യങ്ങൾ ഭയാനകമായി കൂടുന്നു. ഈ അടുത്ത നാളിൽ കൊല്ലം ഫാത്തിമ കോളേജിൻ്റെ പ്രിൻസിപ്പൽ, അദ്ദേഹത്തിൻ്റെ ഭാര്യ വേറൊരു കോളേജിലെ പ്രൊഫസർ, അവരുടെ ഏക മകൻ, അവൻ കാലിഫോർണിയയിലാണ്. മലയാള മനോരമ എഴുതിയ ന്യൂസ് അനുസരിച്ച്, അതേ എനിക്കറിയത്തുള്ളൂ, സാറിനെ എനിക്കറിയാം, ആ കോളേജിൽ ഞാൻ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്, സാറിൻ്റെ നമ്പറും എൻ്റെ ഫോണിൽ കിടപ്പുണ്ട്. മലയാള മനോരമ എഴുതിയതനുസരിച്ച് അവൻ്റെ ഒരു മാസത്തെ സാലറി 1 കോടിക്കടുത്താണ്, 1 crore-നടുത്താണ്. കൺവേർട്ട് ചെയ്ത് വരുമ്പോൾ 1 crore-നടുത്താണ്. അവൻ താമസിക്കുന്ന വീടിനിട്ടിരിക്കുന്ന വില 17 കോടിയാണ്. അവന് ഭാര്യയെ വെടിവെച്ച് കൊന്നു, 3 മക്കളെ വെടിവെച്ച് കൊന്നു. അവൻ വെടിവെച്ച് മരിച്ചു. അവൻ മരിക്കുമ്പോൾ അവൻ്റെ മുറ്റത്ത് 5-6 ആഡംബര കാറ് കിടപ്പുണ്ട്. അപ്പനും അമ്മയ്ക്കും വിദ്യാഭ്യാസം ഇല്ലഞ്ഞിട്ടല്ല, മാമോദിസ മുങ്ങാഞ്ഞിട്ടല്ല, ഒന്നാന്തര ക്രിസ്ത്യാനികളാ, ജോലി ഇല്ലാഞ്ഞിട്ടല്ല, പെണ്ണ് കെട്ടാഞ്ഞിട്ടല്ല, 3 ആൺപിള്ളേർ. അപ്പം പിന്നെ നമ്മുടെ പിള്ളേർക്ക് എന്നാ പറ്റുന്നത്? കൊല്ലാൻ മടിയില്ല, ചാവാൻ മടിയില്ല. എല്ലാ ദിവസവും എൻ്റെ അടുത്ത് വരുന്നുണ്ട്, ഞരമ്പ് കണ്ടിച്ചു, ഉറക്ക ഗുളിക കഴിച്ചു, മറ്റത് മറിച്ചത്. ഇത് ഞാൻ എന്തിനാ പറയുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ പരാജയപ്പെടുന്നു, ദയനീയമായിട്ട് നമ്മൾ പരാജയപ്പെടുന്നു. ഇവിടെ കൺവെൻഷനുകളുടെ എണ്ണം കൂടി, സെമിനാറുകളുടെ എണ്ണം കൂടി, സ്കൂളുകൾ ICSE CBSE വേണ്ട, ഇന്ന് പഠിക്കുന്ന പിള്ളേർക്ക് ജോലി കിട്ടും, പാടൊന്നുമില്ല, കേരളത്തിൽ കിട്ടും, വലിയ ശമ്പളമൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം ജോലി കിട്ടുന്ന സാഹചര്യങ്ങൾ ഇവിടെയുണ്ട്. പഠിച്ചു തരുമ്പോൾ പ്ലേസ്മെൻറ്റ് കൊടുക്കാൻ പറ്റുന്ന സ്ഥാപനങ്ങളിൽ പഠിച്ചിറങ്ങുന്ന പിള്ളേർക്ക് ജോലി കിട്ടുന്നുണ്ട്. അപ്പം അതൊന്നും അല്ല നമ്മുടെ പ്രശ്നം. അപ്പോൾ പിള്ളേരെ പഠിപ്പിച്ച് വലിയവരാക്കി നല്ലവരാക്കുന്നതിൽ കുടുംബം പരാജയപ്പെട്ടു പോകുന്നോ എന്ന് എനിക്ക് തോന്നാറുണ്ട്. പത്രം എടുത്ത് നോക്കിയാൽ നല്ലൊരു ന്യൂസ് വായിച്ച് നമുക്കൊരു ദിവസം തുടങ്ങാൻ പറ്റുന്നില്ലാത്ത അവസ്ഥ. ഭാര്യയെ കൊല്ലാൻ മടിയില്ല, ഭർത്താവിനെ കൊല്ലാൻ മടിയില്ല, മക്കളെ കൊല്ലാൻ മടിയില്ല,
എന്താ നമ്മുടെ കുഴപ്പം? നമ്മുടെ കുഴപ്പമെന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് വളരെ കിലോമീറ്റർ അകലെയാണ് നമ്മൾ. പക്ഷേ പള്ളി പോകുന്നുണ്ട്, പള്ളിക്ക് വേണ്ടത് കൊടുക്കുന്നുണ്ട്, കൺവെൻഷനിൽ പങ്കെടുക്കുന്നുണ്ട്, ബൈബിള് കക്ഷത്തിലും വെക്കുന്നുണ്ട്. അതെ, പക്ഷേ വേണ്ട പലതും നമുക്കില്ലാതായി പോകുന്നു പ്രിയപ്പെട്ടവരെ. സമൂഹത്തിൻ്റെ അടിസ്ഥാന ശില എന്ന് പറയുന്നത് കുടുംബമാണ്. കുടുംബം കൂടിച്ചേരുന്നതാണ് ഒരു ഇടവക എന്ന് പറയുന്നത്. പല ഇടവകൾ ചേർന്നാണ് നമുക്കറിയാം ഒരു സഭ നില, അല്ലെങ്കിൽ ഒരു ഫൊറോന, അങ്ങനെ വരികയാണ് മേലോട്ട്. സഭ എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും ചെറിയ പതിപ്പാണ് കുടുംബം എന്ന് പറയുന്നത്. അവിടം പരാജയപ്പെട്ടാൽ എല്ലാം പരാജയപ്പെടും. കാരണം ഈ ക്രിസ്മസിന് തന്നെ എത്രയോ പള്ളികളിലാണ് ക്രിബുകൾ നശിപ്പിക്കപ്പെട്ടത്, എത്രയോ പള്ളികളിലാണ് ആരാധനകൾ വിലക്കിയത്. നമ്മളൊക്കെ ശരിക്കും ഭാഗ്യമുള്ളവരാന്ന് ഞാൻ പറയും. നമുക്ക് ഒന്നുമില്ല, സ്വതന്ത്രമായിട്ട് കൂടാനും പ്രാർത്ഥിക്കാനും പ്രസംഗിക്കാനുമുള്ള ആ ഒരു എന്താ പറയുക, നമുക്കതിനുള്ളൊരു അവസരമുണ്ട്. ഇതുപോലും ഇല്ലാത്ത മനുഷ്യർ ഈ ലോകത്തിൽ വളരെയേറെ പീഡനങ്ങളിലൂടെ കടന്നു പോകുന്നു. ക്രൈസ്തവൻ ഇന്ന് ഒത്തിരിയേറെ ആക്രമിക്കപ്പെടുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ നിങ്ങളോട് പറയുന്ന ഇതിൻ്റെ ചെറിയ പതിപ്പായ കുടുംബത്തെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. കുടുംബം എന്ന് പറയുന്നത് നിങ്ങളോ ഞാനോ ഉണ്ടാക്കി വെച്ച ഒരു പ്രസ്ഥാനമല്ല. പിതാവായ ദൈവം ഈ പ്രപഞ്ച സൃഷ്ടിയോടൊപ്പം തന്നെ കുടുംബവും ഇവിടെ സ്ഥാപിച്ചതായിട്ട് ബൈബിളിൻ്റെ തുടക്കത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ പഠിക്കുന്നു. സൃഷ്ടി നിർവഹിക്കുന്ന ദൈവം പല ഘട്ടങ്ങളായിട്ട് സൃഷ്ടി നിർവഹിക്കുന്നു. ആദ്യത്തെ ഘട്ടത്തിൽ അവിടുന്ന് ജീവനില്ലാത്ത ധാതുലവണങ്ങൾക്ക് രൂപം കൊടുത്തു. രണ്ടാമത്തെ ഘട്ടത്തിൽ അവിടുന്ന് വൃക്ഷലതാദികൾക്ക് രൂപം കൊടുത്തു. മൂന്നാമത്തെ ഘട്ടത്തിൽ അവിടുന്ന് പക്ഷിമൃഗാദികൾക്ക് രൂപം കൊടുത്തു. അവസാനത്തെ ഘട്ടത്തിലാണ് അവിടുന്ന് മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. സൃഷ്ടവസ്തുവായ മണ്ണെടുത്ത് കുഴച്ച് ഒരു മനുഷ്യരൂപം മെനഞ്ഞുണ്ടാക്കി ദൈവം അതിലേക്ക് തൻ്റെ ജീവൻ്റെ അംശം സന്നിവേശിപ്പിച്ചു, ജീവൻ്റെ അംശം കൊടുത്തു. അതൊരു മനുഷ്യനായി, അതൊരു പുരുഷനായി അവനെ ജീവിക്കാനായിട്ട് ഒരു പറുദീസായിലേക്ക് അയച്ചു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പറുദീസ എന്ന് പറയുന്നത് ഒരു പ്രത്യേക സ്ഥലമായിട്ട് കരുതാനാവില്ല എന്നാണ് ദൈവശാസ്ത്രജ്ഞന്മാരുടെ പക്ഷം. തിയോളജി പഠിക്കുമ്പോൾ പറയുന്ന ഒരു ഭാഗം, പറുദീസ എന്ന് പറയുന്നത് മനുഷ്യ മനസ്സിൻ്റെ ഒരവസ്ഥയാണ്. സമ്പന്നതയുടെ തികവിൽ, എല്ലാ ധാരാളിത്തത്തിൻ്റെ നടുവിൽ എല്ലാം ഒരുക്കി വെച്ചിട്ടാണ് അവനെ ദൈവം ജീവിക്കാൻ വിടുന്നത്. പക്ഷെ നമുക്കറിയാം, കുറെ കഴിഞ്ഞപ്പോൾ അവൻ ആ ജീവിതത്തോട് മടുപ്പ് തോന്നി. അവൻ നോക്കുമ്പോൾ പക്ഷികൾക്കൊക്കെ കൂട്ടുണ്ട്, മൃഗങ്ങൾക്കൊക്കെ കൂട്ടുണ്ട്, അവന് മാത്രം ഒരു കൂട്ടില്ല. ഒരു കൂട്ടിന് വേണ്ടിയുള്ള അടക്കാനാവാത്ത ആഗ്രഹം അവനെ അങ്ങനെ വേട്ടയാടാൻ തുടങ്ങിയപ്പോൾ ദൈവം വിചാരിക്കുന്നു, ഇവനൊരു കൂട്ടുണ്ടാക്കി കൊടുക്കാം. ദൈവം ഒരു വലിയ പദ്ധതിക്ക് രൂപം കൊടുക്കുകയാണ്. അവനെ വിളിച്ചു, ഒരു ഗാഠനിദ്രയ്ക്ക് വിധനെ ഉറക്കി കിടത്തി, വാരിയല്ല ഊരിയെടുത്തു. ഞങ്ങളെപ്പോലെ ഒരു സാധനത്തിനെ ഉണ്ടാക്കിയെന്നാണല്ലോ കഥയുടെ പോക്ക്. അതിനെന്ന് ചോദിച്ചാൽ അവന് ഇഷ്ടം തോന്നണമല്ലോ. അതാ ഉണർന്ന് കഴിയുമ്പോഴേ അവനെപ്പോലെ ഒരു തന്നെ സാധനമാണെങ്കിൽ ഒരു രസമില്ലല്ലോ. ദൈവം സൃഷ്ടിച്ച സൃഷ്ടിയിൽ ഏറ്റവും മനോഹരമായ സൃഷ്ടിയാണ്. അങ്ങോട്ട് അഹങ്കരിക്കേ. എന്നിട്ട് ദൈവം അവനെ പതുക്കെ ഉറക്കത്തിൽ നിന്ന് ഉണർത്തി. ഉണർന്നു നോക്കിയപ്പോൾ മുന്നിൽ നിൽക്കുന്നു അതുവരെ കണ്ടിട്ടില്ലാത്തൊരു സാധനം. അവൻ വിളിച്ചു കൂവി, ഇവളെൻ്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിൻ്റെ മാംസവുമാകുന്നു. എന്നോ പ്രേമോ നമ്മുടെ കെട്ടിയന്മാരെന്നെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇത്രയും വർഷം ഇതിയാൻ്റെ കൂടെ എൻ്റെ ദിയാനും പറഞ്ഞിട്ടില്ല. പറഞ്ഞ് മനസ്സിലായില്ലേ? എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും എൻ്റെ മാംസത്തിൻ്റെ മാംസവും. ഇവൾ എൻ്റെയാണ്, ഞാൻ ഇവിടെയാണ്, ഞങ്ങളൊന്നാണ്. വിവാഹത്തിൻ്റെ ദൈവശാസ്ത്രം പ്രിയപ്പെട്ടവരെ ആരംഭിക്കുന്നത് അവിടെയാണ്. ദൈവം സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു. എന്നിട്ട് അവരോട് പറഞ്ഞു, വർദ്ധിച്ച് ഭൂമി നിറഞ്ഞു പെരുകി, ഇനിയിപ്പോൾ എനിക്ക് മണ്ണെടുത്ത് കുഴയ്ക്കാൻ നേരെയില്ല, ഇനി ഞാൻ ആരുടെയും വാരിയല്ല ഊരാൻ തീരുമാനിച്ചിട്ടില്ല, നിങ്ങളുടെ ഇടപാടായത്. അതെ,
ദൈവത്തെ കൊണ്ട് മാത്രം സാധ്യമായിരുന്ന സൃഷ്ടി കർമ്മം ദൈവം മനുഷ്യൻ്റെ ഷോൾഡറിലേക്ക് വെച്ചു കൊടുക്കുന്ന മഹനീയമായ ഒരു സംഭവമാണത്. ഇനി നിങ്ങളുടെ പണിയായതെന്ന് പറഞ്ഞു. ഞാൻ മണ്ണെടുക്കത്തില്ല, കുഴയ്ക്കത്തുമില്ല. അതുകൊണ്ട് വർദ്ധിച്ചു ഭൂമി നിറഞ്ഞു പെരുകാൻ പറഞ്ഞു. അതായത് വ്യക്തമായിട്ട് ദൈവം പറയുകയാണ്, വിവാഹത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് രണ്ടാണ്. ഒന്ന്, ഭാര്യ ഭർത്താക്കന്മാരുടെ പ്രേമനിർഭരമായ ജീവിതം. രണ്ട്, ആ ജീവിതത്തിൽ നിന്ന് നമുക്ക് ജനിക്കുന്ന മക്കൾ, അവരുടെ നല്ല വളർത്തൽ. അതാണ് സംഭവം. അതെ, ഇതൊക്കെ പറഞ്ഞാണ് രണ്ടെണ്ണത്തിനെ എല്ലാ സൗകര്യം കൊടുത്ത് ജീവിക്കുക. പക്ഷെ നമുക്കറിയത് കുളമായി. ഏതാ ആ കുടുംബം അല്ലേ? കുളമായെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാനതിനിപ്പോൾ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. കാരണം എന്നാന്ന് ചോദിച്ചാൽ, ഞാനിപ്പോൾ വീട്ടിൽ 1 കിലോ മാങ്ങ വാങ്ങിച്ചാൽ, മാങ്ങപ്പഴമേ നല്ല മാങ്ങ നോക്കി ഞാൻ മാറ്റി വെക്കും. എന്തിനാണെന്നറിയോ? എൻ്റെ കെട്ടിയം വരുമ്പോൾ പൂളിയിട്ടുണ്ടല്ലോ, എല്ലാ മാങ്ങയുടെ മെത്തപ്പൂളി ഞാൻ അങ്ങേർക്കാണ് കൊടുത്തിരിക്കുന്നത്. ഈ 51 വർഷമായിട്ട് മാങ്ങാണ്ടി പിള്ളേരുടെ കൈ കൊടുത്തു വിടും. ഇതിനകത്തറിയാം കുറേ നേരം ഈമ്പിക്കൊണ്ട് നടന്നോട്ടെ. അപ്പം അങ്ങേര് ആ നേരത്തിന് നല്ല പീസൊക്കെ തിന്നോട്ടെ. ഞാനങ്ങനെ, നിങ്ങളങ്ങനെ അല്ലേ? മീൻ വറുത്ത നല്ല പീസ് ആർക്കാണ് കൊടുക്കുന്നത്? കെട്ടിയോന്. അത്രയൊക്കെ ഔവ ചെയ്തുള്ളൂ. പാമ്പ് എന്ന് പറഞ്ഞു ദൈവത്തെ പോലെ ഒന്നും പിശാചു ആണെന്നൊന്നും അറിയുന്നില്ലല്ലോ. അവള് വലിയ കാര്യത്തിൽ വന്നപ്പോൾ മനുഷ്യനെ തിന്നു മനുഷ്യൻ, എന്നാ പിന്നെ തിന്നായിരിക്കണ്ടേ? വേണ്ടെന്ന് പറയണ്ടേ? പറഞ്ഞില്ല. അത് വാങ്ങിച്ച് തിന്നു. എന്നിട്ട് തമ്പുരാൻ വിളിച്ചപ്പോൾ എന്നാ പറഞ്ഞെന്നറിയോ? നീ എനിക്ക് കൂട്ടായിട്ട് ഒരുത്തിയെ ഉണ്ടാക്കി തന്നില്ലേ, അവൾ ഒറ്റ ഒരുത്തിയാ ഈ കുഴപ്പം ഒപ്പിച്ചതെന്ന്. ഇത് തന്നെയല്ലേ നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത്? എന്ന് നീ കുടുംബത്തിൽ കാലുവെച്ചോ? നീ അന്നിവിടെ കയറി വന്നോ? അയ്യോ, ഇത് കേട്ട് കേട്ട് നമ്മൾ മടുത്ത് ഇല്ലേ? ഉൽപ്പത്തി തുടങ്ങിയതായി ഇതെൻ്റെ പൊന്നെ, ഈ പഴിചാരല്. എൻ്റെ പൊന്നോ, എനിക്കറിയില്ല ഈ ആണുങ്ങളെന്ന് നമ്മളെ മനസ്സിലാക്കുമെന്ന്. പാത്ത് വെച്ചതാന്നും പ്രത്യേകമായിട്ട് തന്നതാന്നും ഒക്കെ ഒന്ന് വിചാരിച്ചാൽ മതിയായിരുന്നു. വിചാരിച്ചില്ല. പഴയ നിയമത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൈവ സംരക്ഷണം കിട്ടിയ കുടുംബങ്ങളെ നമ്മൾ കാണുന്നുണ്ട്. ദൈവഹിതത്തിന് കീഴ്വഴങ്ങി ജീവിച്ചവർക്ക് അത് കിട്ടിയത്. ദൈവത്തെ മറന്നു ഹൗവ, ദൈവത്തെ മറന്നു ഒരു നിമിഷം. അവള് ദൈവത്തിന് എതിരായി പാപം ചെയ്തപ്പോൾ, തിന്മ അവരുടെ ഹൃദയങ്ങളെ കീഴടക്കിയപ്പോൾ, അവര് പാപം ചെയ്തപ്പോൾ അവരുടെ സമാധാനം നഷ്ടപ്പെട്ടു. അത് തന്നെയാ ഇങ്ങോട്ട്. ഇപ്പം നമ്മുടെ പിന്നെ കാര്യം, നമ്മുടെ അതൊക്കെ തന്നെ, വ്യത്യാസമൊന്നുമില്ല. ദൈവത്തിൽ നിന്ന് നമ്മൾ അകലുന്നതുകൊണ്ടാണ് നമുക്ക് സമാധാനം ഇല്ലാത്തത്. അതുകൊണ്ട് പഴയ നിയമത്തിലൂടെ വരുമ്പോൾ അബ്രഹത്തിൻ്റെ കുടുംബം, ജോബിൻ്റെ കുടുംബം, നോഹിൻ്റെ കുടുംബം, തോബിത്തിൻ്റെ കുടുംബം, നമ്മൾ ഒത്തിരി കുടുംബങ്ങളെ കാണുന്നുണ്ട്. അബ്രഹത്തോട് ദൈവം പറയുന്നു, നിന്നിൽ നിന്ന് ഞാൻ വലിയൊരു ജനതയെ നിർമ്മിക്കും, നിന്റെ നാമം മഹത്വമുള്ളതാക്കും. പക്ഷെ നമുക്കറിയാം അബ്രഹത്തിനൊരു ദുഃഖം ഉണ്ടായിരുന്നു. ഭാര്യ സാറായിക്ക് പ്രായം കഴിഞ്ഞു, കുഞ്ഞുങ്ങളുണ്ടാവുന്നില്ല. ദൈവത്താൽ അസാധ്യമായിട്ട് യാതൊന്നുമില്ല എന്ന മനുഷ്യ മനസ്സിന് ഒന്ന് മനസ്സിലാക്കി കൊടുക്കാനുള്ള ദുഃഖങ്ങളിലൂടെ കടന്നു വന്ന അവർക്ക് ഒരു കുഞ്ഞിനെ നൽകി ദൈവം അവരെ അനുഗ്രഹിക്കുന്നുണ്ട്. കുഞ്ഞില്ലാത്ത ദുഃഖവും കുഞ്ഞ് കിട്ടിയ സന്തോഷവും അവരനുഭവിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്കറിയാം, അതിനെ ഒരുമാതിരി ഒന്ന് വളർത്തിക്കൊണ്ട് വന്നപ്പോൾ പറഞ്ഞു, ബലി കഴിക്കാൻ. ഞാനായിരുന്നു അബ്രഹത്തിൻ്റെ സ്ഥാനത്തെങ്കിൽ തിരിഞ്ഞു നിന്ന് ചോദിച്ചേനെ, ഇത്ര നാൾ ഞാൻ പിള്ളേരില്ലാതെ ഇതിലെ ലൊക്കെന്ന് നടക്കായിരുന്നു. അത് തന്നെ, ആ പണി തന്നെയായിരുന്നു ഇതിനേക്കാളും ഭേദം. അതെ, അതിന് അത്ര വിശ്വാസം എനിക്കില്ലല്ലോ. ദൈവം സമയമാകുമ്പോൾ സംരക്ഷണം ഏർപ്പെടുത്തുമെന്ന വിശ്വാസത്തോടെ മോറിയ മലയിലേക്ക് മകൻ്റെ കൈ പിടിച്ച് അവൻ്റെ തലയിൽ ഒരു കെട്ട് വിറകെടുത്ത് വെച്ച് നടന്നു നീങ്ങുന്ന ഒരബ്രഹം ഉണ്ട്. അതെ, ഇതാണ് അപ്പന്മാരെ നിങ്ങൾ അനുഭവിക്കുന്ന കുരിശ്. മക്കളുടെ കൈ പിടിച്ച് കുരിശ് ലക്ഷ്യമാക്കി ഭാര്യയെ ചേർത്ത് പിടിച്ച് നടത്തുന്ന ഒരു തീർത്ഥയാത്രയാണ് കുടുംബജീവിതം. അതെ, അബ്രഹത്തെ പോലെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? ഇനിയും ജോബിൻ്റെ കുടുംബം. എൻ്റെ മകൻ ജോബ് നീതിമാനാണെന്നാണ് പറയുന്നത്. ജോബ് പണക്കാരനായിരുന്നു. ഇവരെല്ലാം അത്യാവശ്യം കാശുകാരായിരുന്നു കേട്ടോ, ദരിദ്രവാസികളൊന്നും അല്ലായിരുന്നു. ജോബ് അത്യാവശ്യം, അന്നത്തെ പണക്കാരെന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ പോലെ എത്ര സ്ക്വയർ ഫീറ്റാണ് വീട്, ഏത് കാറൊക്കെയാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഗ്രാനൈറ്റ് ആണോ മാർബിൾ, അതൊന്നും അനുസരിച്ചിട്ടല്ല, എത്ര മക്കളുണ്ട്.
സമ്പന്നതയുടെ ഒരു അടയാളം മക്കളുടെ എണ്ണമാണ്. 2, എന്തോരം ഗോതമ്പ് കിട്ടാനുണ്ട്, ബാർലി കിട്ടാനുണ്ട്, ധാന്യപ്പുരകൾ അതിനകത്ത് ഇതെല്ലാം നിറയുന്നുണ്ടോ. പിന്നെ സമ്പന്നതയുടെ ലക്ഷണം വന്ന് ആടുമാടുകളാണ്, കൃഷിസ്ഥലങ്ങൾ. അങ്ങനെ ഇതെല്ലാം കൊണ്ട് സമ്പന്നനായ ജോബ്, അടിയുറച്ച ദൈവവിശ്വാസിയായ ജോബിന് പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു കാലം വരികയാണ്. ഒന്നൊന്നായി നഷ്ടപ്പെടുന്നു. അതെ, നമുക്കറിയാം, ആദ്യമേ കൃഷിസ്ഥലങ്ങൾ നശിക്കുന്നു, ആടുമാടുകൾ ചത്തൊടുങ്ങുന്നു, മക്കൾ ഒന്നൊന്നായി നഷ്ടപ്പെടുന്നു. ഓരോ നഷ്ടത്തിനും ഒടുവിൽ ദൈവത്തെ പഴിക്കാതെ ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവനാമം മഹത്വപ്പെടട്ടെ എന്ന് പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുന്ന ജോബിനെയാണ് നമ്മൾ കാണുന്നത്. നമുക്ക് പറ്റിയല്ല. ഇനി ഈ ഓർത്തഡോക്സ് സഭയിൽ നിന്നിട്ട് കാര്യമില്ല. ഞാൻ ദൈവത്തോട് പലതും ചോദിച്ചു, പരമ്പല പോയി ചോദിച്ചു, പുതുപ്പള്ളി ചോദിച്ചെന്ന് ഗീവർസുണി നിർത്തിക്കോട്ട് ചോദിച്ചു. എന്നിട്ട് തന്നോ? ദൈവം തന്നോ? അതുകൊണ്ട് ഞങ്ങള് പോവുക. എവിടാന്നറിയാമോ? പെന്തക്കോസ്ത് നമ്മുടെ പാർട്ടി അറിയാമല്ലോ. അതെ, നമ്മുടെ പരിപാടി ഇതാ, അടുത്തടത്തോട്ട് ചാടിക്കളി. എവിടെ ഈ ചക്കുളത്തുകാവിൽ പൊങ്കാല ഇടാനിരിക്കുന്ന അമ്മച്ചിമാരെ ഞാൻ കണ്ടിട്ടുണ്ട്, കാര്യം കാണാൻ. പിന്നെ കട്ടപ്പനയിലെ സിദ്ധൻ്റെ അടുത്ത് പോകുന്ന അമ്മച്ചിമാരുണ്ട്, എൻ്റെ അടുത്ത് അപ്പച്ചന്മാരും ഉണ്ട് കേട്ടോ. ഈടെ ഒരു പെണ്ണിനെ കൊണ്ട് വന്നിരിക്കുക. പെണ്ണിനപ്പടി പ്രശ്നം പിച്ചമ്മയും പറയുന്നു, ഇച്ചിരി വേണ്ട അതിനൊക്കെ കാണിക്കുന്നു. കട്ടപ്പന ഒരു സിദ്ധൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ടാണ് എൻ്റെ അടുത്ത് വരുന്നത്. എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, കട്ടപ്പനയിലെ സിദ്ധന് കുറേ ദിവസമൊക്കെ ചെയ്തു, പൂജയൊക്കെ ചെയ്തു, 40,000 രൂപ ചിലവായി, മഠത്തിന് 40,000 ഒക്കെ ഫീസുണ്ടോ? ഞാൻ പറഞ്ഞില്ല, 40,000 തന്നില്ലെങ്കിലും നിങ്ങൾ പകുതി തന്നാലും മതി. 40,000 കണ്ട എങ്ങാണ്ട് കിടക്കുന്ന ഒരുത്തർ കൊടുത്തേ ചോദിക്കുക. എന്നിട്ട് ഞാൻ വർത്തമാനം പറഞ്ഞു വന്നപ്പോൾ എന്നോട് പറഞ്ഞു, അതെ അവളുടെ അരയിൽ ഒരു 12 ചരടുണ്ട്. ഞാൻ ചോദിച്ചു, സിദ്ധൻ തന്നെയാണോ കെട്ടിയത്, അവൾ തന്നെയാണോ കെട്ടിയത്? എനിക്കൊരു സംശയം. അവൾ തന്നെ കെട്ടിയെന്നാണ് പറഞ്ഞേ. ഞാൻ പറഞ്ഞെന്നാൽ ഞാനതങ്ങ് അഴിക്കട്ടെ, ദോഷമെന്ന് പറഞ്ഞു. എനിക്കിനി ഒരു ദോഷം വരാനില്ല. വയസ്സ് 72. മക്കൾ കല്യാണം കഴിച്ചു, അവരുടെ മക്കളെല്ലാം കോളേജിലും ഒക്കെ പഠിക്കാൻ തുടങ്ങി. ഇനിയിപ്പോൾ എനിക്ക് തന്നെ പ്രായമായില്ലേ, കയറാൻ പറഞ്ഞു ടോയ്ലറ്റിലോട്ട്. കത്രി എടുത്ത് കൊടുത്തു, ഞാൻ കണ്ടിക്കാം, ഇല്ലെങ്കിൽ നീ കണ്ടിച്ച് ഇങ്ങോട്ട് തരാൻ പറഞ്ഞു. ഞാൻ അതുകൊണ്ട് കത്തിച്ച് കളഞ്ഞു. എന്നിട്ട് കുറച്ച് ആനാമ്പെള്ളവും കൂടെ ഒഴിച്ചു, അവിടെ തലയിൽ ഒഴിച്ചു. ആനാമ്പള്ളി അച്ഛന്മാർ ബ്ലസ് ചെയ്ത് തരില്ലേ, ബ്ലസ്ഡ് വാട്ടർ. അത്രയുള്ളു പോകുമല്ലേ. എന്നിട്ട് കൂടത്രക്കാരൻ്റെ പുറകെ, കൈനോട്ടക്കാരൻ്റെ പുറകെ. എന്നിട്ട് ഇവിടെ വന്ന് കൺവെൻഷനിൽ ഇരുന്നാൽ വല്ല കാര്യവും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ഏതെങ്കിലും ഒരു വള്ളത്തിൽ ചവിട്ട്, 2 വള്ളത്തിലും കൂടെ ചവിട്ടാതെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസം ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ വിശ്വാസം സ്ട്രോങ് അല്ല. പക്ഷെ ജോബിൻ്റെ വിശ്വാസം സ്ട്രോങ് ആയിരുന്നു. ജോബിനെല്ലാം ദൈവം തിരിച്ചു കൊടുത്തു, 100 ഇരട്ടിയായി തിരിച്ചു കൊടുത്തു. ഇങ്ങനെ ഒത്തിരി കഥകളുണ്ട്. ഇത് മംഗലവാർത്തക്കാലമാണ്. മറിയത്തെ ദൈവത്തിൻ്റെ അമ്മയായിട്ട് തിരഞ്ഞെടുക്കുമ്പോൾ അറിയാം നമുക്ക്, അന്നത്തെ കാലത്ത് ഒരു പെണ്ണ് പഠിച്ചാൽ കല്ലെറിഞ്ഞ് കൊല്ലും അവളെ. അതറിഞ്ഞുകൊണ്ട് തന്നെ ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ് ചാടുന്ന ഒരു പെണ്ണാണത്. അതെ, നമുക്ക് പറ്റുമോ? ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് പ്രശ്നങ്ങളിലേക്ക് എടുത്തു ചാടുന്ന ഒരമ്മയാണ് നമ്മുടെ സഭ നമുക്ക് മാതൃകയായിട്ട് തന്നിരിക്കുന്നത്. വീണ്ടും നമുക്കറിയാം എലിസബത്തിനോട് അവർ ഗർഭിണിയാണെന്ന് പറയുമ്പോൾ അവര് വിഷമിക്കുന്നുണ്ട്, നടക്കുവോ, പ്രായമായില്ലേ. പക്ഷെ അവർ പറയുന്ന ഒരു ഭാഗം എനിക്ക് ഇഷ്ടപ്പെട്ടു. എൻ്റെ അപമാനം നീക്കിക്കളയാൻ എൻ്റെ തമ്പുരാൻ എന്നെ സന്ദർശിച്ചിരിക്കുന്നു. അതെ പ്രിയപ്പെട്ടവരെ, കൺവെൻഷനുകളിലും പ്രാർത്ഥനകളിലും നമ്മുടെ തമ്പുരാൻ നമ്മളെ സന്ദർശിക്കുമെന്ന് ഒരു വിശ്വാസം ഉണ്ടാകണം. അതാണ് വിശ്വാസ ദർശനം എന്ന് പറയുന്നത്. ഇതൊക്കെ വെറുതെ പിന്നെ ചുമ്മാ വേറെ പണിയൊന്നുമില്ല, ഇവിടെ ഇരുന്നാക്കാവുന്ന കരുതിയിരിക്കരുത്. ഉറച്ച വിശ്വാസത്തോടെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അതൊരു കുടുംബ ചരിത്രമല്ലേ. തുടക്കം മുതൽ ഒടുക്കം വരെ കണ്ണുനീര് കുടിച്ച ഒരു കൊച്ചു പെൺകുട്ടിയുടെ ചരിത്രമാണത്. യേശുവിൻ്റെ നസറത്തിലെ കുടുംബം. അത് വലിയ സംഭവമൊന്നും ആയിരുന്നില്ല. തച്ചൻ ആശാരിപ്പണിക്കാരൻ. അതെ, അന്നന്ന് അപ്പത്തിന് വേണ്ടി തടിപ്പണി ചെയ്യുന്ന ഒരു മനുഷ്യനാ കുടുംബത്തിൻ്റെ നേതാവ്. വലിയ സംഭവമൊന്നുമല്ല.
ബിസിനസ്സുകാരനൊന്നും അല്ല. അതെ, അവിടെ സമാധാനം ഉണ്ടായിരുന്നു. മറിയം എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. പറഞ്ഞുകൊണ്ട് നടന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. യേശു നസ്രത്തില് അവർക്ക് വിധേയനായി ജീവിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബം തുടങ്ങുന്നത് ഇവിടെയാണ്. നമ്മുടെ വിവാഹം ഒരു കൂദാശയാണ്. കൂദാശ എന്ന് പറഞ്ഞാൽ എന്നാ? ദൈവത്തിൻ്റെ കാണപ്പെടാത്ത ദൈവിക ജീവൻ മനുഷ്യനിലേക്ക് പ്രവഹിക്കുന്ന ചാനലുകളാണ് കൂദാശകൾ. അതെ, എവിടെയാണ് വിവാഹമെന്ന കൂദാശയിൽ നമ്മൾ ദൈവത്തെ കണ്ടുമുട്ടുന്നത്? കണ്ടുമുട്ടിയിട്ടുണ്ടോ? ആലോചിക്കേ. ഇഷ്ടമില്ലാത്ത പെണ്ണിനെ കല്യാണം കഴിച്ച് ജീവിക്കുമ്പോൾ ദൈവത്തെ കണ്ടുമുട്ടാൻ പറ്റണം. മക്കളില്ലാതെ വരുമ്പോൾ, മക്കൾ പിഴച്ചു പോകുമ്പോൾ, അല്ലെങ്കിൽ അതുപോലെ ഒത്തിരി ഒത്തിരി സന്ദർഭങ്ങൾ നമുക്ക് ദൈവം കുടുംബജീവിതത്തെ തരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, മനുഷ്യനെന്ന് പറയുന്നത് ശരീരം, മനസ്സ്, ആത്മാവ്, ഇത് മൂന്നോട് കൂടുന്നതാ. ശരീരം എന്ന് പറയുന്നത് ഈ കാണുന്ന സാധനം. അതിനെ നമ്മൾ ഭംഗിയായി കൊണ്ട് നടക്കും. കുളിപ്പിച്ച് പൗഡറൊക്കെ ഇടിപ്പിച്ച് നല്ല സ്റ്റൈലിൽ കൊണ്ട് നടക്കും. പക്ഷെ നമുക്കറിയാലോ, ഏറിയാൽ എത്ര ആയുസിൻ്റെ ദൈർഘ്യം? ആണുങ്ങൾ വിവരമുള്ളവരാണുങ്ങളാണ്, പറയട്ടെ. ഏറിയാൽ ആയുസിൻ്റെ ദൈർഘ്യം 70 80. ഈ അടൂരൊക്കെ അയ്യോ 80 ഉള്ളോ, എനിക്ക് 72ആയി. അപ്പോൾ 8 വർഷം കൂടെ ഉള്ളോ? അത്ര പോരാ. അതെ, പത്രം വായിക്കാറില്ലേ? അല്ലേ? ആണുങ്ങളോടാ ചോദ്യം. പത്രം വായിക്കണം കേട്ടോ. ഈയിടെ ലോകാരോഗ്യ സംഘടനയുടെ ഒരു പഠനം വായിച്ചില്ല നിങ്ങൾ? എനിക്കറിയാം. 65 വയസ്സ് വരെ യൗവനം. പിടികിട്ടിയോ? 66 മുതൽ 80 വരെ മിഡിൽ ഏജ്. പിടികിട്ടിയോ? 81 മുതലേ വാർദ്ധക്യമുള്ളൂ. അപ്പോൾ നമ്മൾ 90 95 മരിച്ചാൽ പോരെ? ചാടിക്കറിയുന്നതിനായി മരിക്കുന്നത്. ഏറിയാൽ 95 ഞാൻ പിടിച്ചിരിക്കുന്നത്. എനിക്ക് അത്രയും വേണം എന്നാണേലും. നിങ്ങൾ പത്രത്തിൽ നോക്കിക്കോ. ഇനി അതിന് മുമ്പ് വല്ല ഫോട്ടോയും വരുമോ എന്നറിയത്തില്ല. നല്ല ഫോട്ടോ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏറിയാൽ 90 ഇയേഴ്സ് അല്ലെങ്കിൽ 80 ഇയേഴ്സ്. ഇന്നലെ എനിക്കൊരു PhD കാരൻ പയ്യൻ, അവന് റിസർച്ച് ചെയ്യുകയാണ്. മനുഷ്യായുസ്സിനെ കുറിച്ച് അവൻ റിസർച്ച് ചെയ്യുന്നത്. അവൻ എന്നോട് പറഞ്ഞത് 100-150 വർഷം കഴിയുമ്പോഴിവിടെ മനുഷ്യായുസ് 150 മേൽ പോകുമെന്നാണ് പറഞ്ഞു. പക്ഷേ പിള്ളേരുടെ എണ്ണം കുറയ്ക്കുന്നത് കൊണ്ട് യൗവനത്തിലുള്ളവരുടെ എണ്ണം കുറയുമെന്നും അവൻ പറഞ്ഞു. മൊത്തം മുതുക്കന്മാരായിരിക്കും, മുതുക്കികളും. അതെ, അപ്പം അവൻ പറയുന്നത് ഭയാനകമായൊരു സ്റ്റേജിലേക്ക് ലോകം പൊയ്ക്കൊണ്ടിരിക്കുന്നു. അവൻ്റെ റിസർച്ചിൻ്റെ പേപ്പറാണ്. ഞാൻ പറഞ്ഞു അന്നെങ്ങാനും ജീവിച്ചാൽ മതിയായിരുന്നു. 160 വരെ ജീവിക്കാം, 150 വരെ ജീവിക്കാമല്ലോ. ഇനിയിപ്പോൾ രക്ഷയില്ല, പോട്ടെ. അപ്പം ഞാൻ പറഞ്ഞത് ഏറിയാൽ 90 ഇയേഴ്സ്. അത്രയും വർഷം ജീവിക്കാനുള്ള പരാക്രമമാണോ മനുഷ്യൻ കാണിക്കുന്നത്? മനുഷ്യനിൽ ആസക്തികൾ കൂടി. എന്തിനോടൊക്കെ? കള്ള്, കണക്ക് വന്നില്ല. ന്യൂ ഇയറിൻ്റെയും ക്രിസ്മസിൻ്റെയും കൂടെ വരുമ്പോൾ അറിയാം 800 കോടിയാണോ 900 കോടിയാണോ ഇപ്പോൾ വരും. അതെ, എവിടോട്ടാണ് ഇതെല്ലാം ചെല്ലുന്നു എന്നുള്ളത് അല്ലേ? ഞാൻ ചിലപ്പോൾ ഓർക്കാറുണ്ട്. 700 കോടി. കഴിഞ്ഞ പ്രാവശ്യം ഓണത്തിന് നമുക്ക് 725 കോടിയേ ഉള്ളൂ. ഇതേതായാലും കൂടും, നമ്മൾ ക്രിസ്ത്യാനികളുടെ ആഘോഷമല്ലേ, നമ്മളത്ര കുറയ്ക്കത്തൊന്നുമില്ല, അതുകൊണ്ട് ഇത് കൂടും. അപ്പോൾ ഞാൻ പറഞ്ഞുതരുന്നറിയോ? ആസക്തികൾ, കള്ളിനോട്, പെണ്ണിനോട്, പണത്തോട് ആർത്തിയാ നമുക്ക്. അതൊരു വസ്തു. രണ്ടാമത്തത് ആത്മാവാണ്. ദൈവത്തിൻ്റെ നമ്മളിലെ അംശമാണ് ആത്മാവെന്നും മരണശേഷം ഈ ആത്മാവ് ദൈവത്തോട് ചേരുമെന്നും നിങ്ങളും ഞാനും വിശ്വസിക്കുന്നു. ശരിയാണല്ലോ? ചത്തു കഴിഞ്ഞാൽ നേരെ പോകും തമ്പുരാൻ്റെ അടുത്തോട്ട്. അതുകൊണ്ടാണല്ലോ നമ്മൾ കള്ളം പറയാത്തത്. അതുകൊണ്ട് നമ്മൾ വ്യഭിചാരം ചെയ്യാത്ത, നമുക്കറിയാൻ പറ്റുന്നൊന്നുമല്ല. അതുകൊണ്ടാണ് നമ്മൾ ചീത്ത വിളിക്കാത്തത്. അല്ല, നമ്മൾ ചീത്ത വിളിക്കുന്നില്ല. ഓക്കെ. അപ്പോൾ ദൈവത്തെ പ്രാപിക്കണമെന്നുള്ളത് നിങ്ങളുടെ എൻ്റെ ആഗ്രഹം ആണല്ലോ. അപ്പം ഈ ദൈവത്തെ പ്രാപിക്കുക എന്നത് നമ്മുടെ ആഗ്രഹമാണെങ്കിൽ അതിന് നമ്മൾ എന്താ ചെയ്യുക? സ്പിരിച്വാലിറ്റി. വാട്ട് ഈസ് സ്പിരിച്വാലിറ്റി? എന്താണ് ആത്മീയത എന്ന് പറയുന്നത്? പള്ളി പോന്നതാണോ? എന്താണ് ആത്മീയത? സ്പിരിച്വാലിറ്റി ഈസ് എ വേ ഓഫ് ലൈഫ്. അതൊരു ജീവിത ക്രമമാണ് പ്രിയപ്പെട്ടവരെ.
നമുക്കിത് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഈയിടെ ഒരു ഓർത്തഡോക്സ് പള്ളിയിൽ, പത്തനംതിട്ട ഭാഗമാണ്, ഭയങ്കര പള്ളിയാണ്, രസമാണ് പള്ളി. അപ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണ് ആൾക്കാർ, അതായത് സൺഡേ സ്കൂൾ മാതൃ അങ്ങനെ എല്ലാത്തിനെയും കൂടെ ഒരു വാർഷികാഘോഷം. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, തിരുമേനി തൊട്ട് എല്ലാവരും ഉണ്ട്. അപ്പോൾ എൻ്റെ അടുത്തിരിക്കുന്നത്, ഞാനൊരു സൈഡിലായിരിക്കുന്നത്, എൻ്റെ സൈഡിൽ വികാരി അച്ഛനാണ് ഇപ്പുറത്തിരിക്കുന്നത്. അപ്പോൾ അച്ഛൻ എന്നോട് അതിനിടയിൽ ചോദിച്ചു, ഈ റിപ്പോർട്ട് വായനയൊക്കെ നടക്കുക, ഞാനൊരു കാര്യം പറഞ്ഞാൽ കട്ടിയായിട്ട് പറയാവോ? അച്ഛൻ്റെ ചോദ്യമാണ്. ഞാൻ ചോദിച്ചു, എത്ര കിലോ കട്ടി വരും? എനിക്ക് പൊക്കാൻ പറ്റുന്ന കട്ടി ഞാൻ പൊക്കാം, അച്ഛൻ പറ. അപ്പം അച്ഛൻ എന്നോട് ഇതുവരെ ഞാൻ പറഞ്ഞില്ല, വലിയൊരു പള്ളിയാണ്, നല്ല രസമായിട്ട് ഇങ്ങനെ ചാരുബെഞ്ചുകളൊക്കെ അടുക്കിയിരിക്കും. അതെ, ഇപ്പം അങ്ങോട്ട് നോക്കണ്ട കേട്ടോ, അച്ഛനോട് പറഞ്ഞാൽ ഗ്രേസ് ലാലാൻറ്റി പുറകിൽ നിന്ന് 5ാമത്തെ റോയിലോട്ടൊന്ന് വാ. വന്നച്ചാ വന്നു. ഒരു ക്രീം സാരി കണ്ടോ? ക്രീം സാരി കണ്ടച്ച കണ്ടു. ഇപ്പം നോക്കണ്ട, ഇപ്പം നോക്കണ്ട, നോക്കുന്നില്ല. ആ, ഇനി തലക്കലോട്ട് വാ. വന്നു. 3ാമത്തെ റോയിലോട്ട് പോയി. പച്ച ചുരിദാറ് കണ്ടു. അമ്മായിമ്മയും മരുമോളുവാ. ക്രീം സാരി അമ്മായിമ്മ, പച്ച ചുരിദാർ മരുമോള്. ഈ പള്ളിയിലെ ഏറ്റവും ഭക്തരായ 2 സ്ത്രീകൾ, വെറോനിക്കായുടെ വിശ്വാസം, ഈശോയുടെ തിരുമുഖം തുടച്ച പാർട്ടി അറിയാമല്ലോ, ആ വിശ്വാസമുള്ള 2 പേര് എല്ലാവരും ഭർത്തമറിയ സമാജമെന്നല്ല, എന്ത് പറഞ്ഞാലും 2 പേരും ഉണ്ട്. 8 നോയമ്പിന് ഏറ്റവും നിലയ്ക്ക് വരുന്ന 2 പേര്. പക്ഷേ അവർ തമ്മിൽ മിണ്ടത്തില്ല, പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടല്ലോ. മേളത്തെ നിലയിലാണ് മരുമകളും 3 പിള്ളേരും, ആ ചെറുക്കൻ ദുബായിലാണ്. താഴത്തെ നിലയിൽ വിധവയായ അമ്മ ഒറ്റയ്ക്ക്. മേളത്തെ ആള് താഴ്ത്തു വരികയില്ല, താഴത്തെ ആള് മേളിലോട്ടും വരികയില്ല. അവർ തമ്മിൽ ഒരു ബന്ധവും ഇല്ല. പിന്നെ ഗ്രേസ് ലാല ഈയിടെ പള്ളിയുടെ ഒരു റെനോവേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇച്ചിരി പിരിവിൻ്റെ കാര്യം ഞാൻ പള്ളി പറഞ്ഞു. അപ്പം ഞാൻ തന്നെ പോന്നേക്കാന്ന് കരുതി ട്രസ്റ്റിയൊക്കെ കൂട്ടി ഞാൻ ഓരോ വീടും കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഞാൻ അവിടെ ചെന്നു, ബെല്ലടിച്ചു. അമ്മച്ചി ഇറങ്ങി വന്നു. അച്ഛനായിരുന്നോ? എന്തായിരുന്നു അച്ഛാ? അതെ അമ്മച്ചി, ഞാൻ പള്ളിയിൽ പറഞ്ഞില്ലേ നമ്മുടെ പള്ളി ഒന്ന് പുതുക്കി പണിയുന്നതിനെ കുറിച്ച് ഇച്ചിരി കാശിൻ്റെ പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ വരാവേ. ഓടിച്ചെന്ന് ഒരു 2000 രൂപ എടുത്ത് അച്ഛനോട് കൊടുത്തിട്ട്, അച്ഛൻ പെൻഷൻ ഈ പ്രാവശ്യത്തെ വന്നില്ല. പെൻഷൻ കിട്ടിക്കഴിയുമ്പോൾ അങ്ങേർക്ക് 2 പെൻഷൻ ഉണ്ടായിരുന്നു. അവർക്ക് കെട്ടിയവന് പട്ടാളത്തിൻ്റെ ഒരു പെൻഷനുണ്ട്, പിന്നെ ഒരു വേറൊരു പെൻഷനും ഉണ്ട്. പൈസ വരും. അപ്പം ഇപ്പം 2000 ഇരിക്കട്ടെ, ഇതിൻ്റെ ബാക്കി പെൻഷൻ കിട്ടുമ്പോൾ ഞാൻ തരാം. മതിയപ്പച്ചി. അച്ഛൻ റെസിപ്റ്റൊക്കെ കൊടുത്തിട്ട് ചോദിച്ചു, ബീന മേളിൽ ഉണ്ടോ? കാണും, പോകാൻ ഒന്ന് വിളിക്കാം. അവളെ ഞാൻ എൻ്റെ പട്ടി വിളിക്കും. അച്ഛാ, ആ കഥകിൻ്റെ അവിടെ എഴുതിയിട്ടിരിക്കുന്നതേ, അവിടെ ഫോൺ നമ്പരാണ് ബീനയുടെ. അച്ഛൻ ആ നമ്പർ എടുത്തിട്ട് വിളിച്ചാൽ മതി, ഇറങ്ങി വരും. ഇവർ കയറി കഥ കടച്ച് കുറ്റിയിട്ടു അമ്മായിമ്മ. അപ്പോഴത്തേക്ക് അവൾ ഇറങ്ങി വന്നു. ഞാൻ അറിഞ്ഞു അച്ഛൻ താഴെ വന്നതും വർത്താനം പറഞ്ഞതും. ഒരു കവർ കൊടുത്തിട്ട് പറഞ്ഞു, അച്ഛൻ 5000 രൂപയുണ്ട്. അതെ, പുള്ളിക്കാരൻ സിബി പറഞ്ഞത്, സിബി വരുന്നുണ്ട് വെക്കേഷന് വേണ്ടി ജനുവരിയിൽ, അപ്പം ബാക്കി കൊടുത്തോളാം, നീ ഇപ്പോൾ ഒരു 5000 രൂപ എടുക്കാൻ പറഞ്ഞു. അച്ഛന് സന്തോഷമായി. അച്ഛൻ എന്നോട് പറഞ്ഞു, ഇവർ തമ്മിൽ യോജിക്കാഞ്ഞത് ഒരു കണക്കിന് എനിക്ക് നന്നായി. ഏത് കണക്കാന്ന് മനസ്സിലായോ? 5 2 7. 2 പേരും കൂടെ യോജിപ്പായിരുന്നെങ്കിൽ അകത്ത് ചെന്ന് അമ്മയും മോളും കൂടെ ആലോചിച്ചിട്ടൊരു 3000 4000 അച്ഛന് ബോണസ്. അച്ഛൻ പറഞ്ഞു, എനിക്ക് കുഴപ്പമില്ല, പക്ഷേ ഗ്രേസ് ചേച്ചി പറയണം, സ്വന്തം അമ്മയോട് മിണ്ടാതെ, സ്വന്തം അമ്മയ്ക്ക് ആഹാരം ഉണ്ടാക്കി കൊടുക്കാതെ ഈ പള്ളി വന്ന് ഏത് കുരിശിൻ്റെ മുന്നിൽ, ഏത് മാതാവിൻ്റെ രൂപത്തിൻ്റെ മുന്നിൽ എത്ര ഉപവസിച്ച് പ്രാർത്ഥിച്ചാലും പ്രയോജനമില്ലെന്ന് പറയണം. വല്ലതും മനസ്സിലായോ? വല്ലതും മനസ്സിലായോ?
മക്കളെ, പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞത് കുടുംബത്തിൻ്റെ ഉള്ളിലെ പ്രാർത്ഥന എന്ന് പറയുന്നത് നമസ്കാരങ്ങളുടെ ആവർത്തനമല്ല, നമ്മുടെ ജീവിതമാണ്. നമ്മുടെ ജീവിതമാണത്. കഞ്ഞി വെക്കുന്നത് പ്രാർത്ഥനയാണ്, കറി വെക്കുന്നത്, തുണി അലക്കുന്നത്, അമ്മായിയമ്മയെ നോക്കുന്നത്, മരുമോളെ സ്നേഹിക്കുന്നത് പ്രാർത്ഥനയാണ്. അല്ലാതെ കുറേ ഇങ്ങനെ സ്വർഗ്ഗസ്ഥനായ പിതാവേ ചൊല്ലുന്നതാണ് പ്രാർത്ഥന എന്ന് ആരും തെറ്റിദ്ധരിക്കണ്ട. നമ്മുടെ ജീവിതമാണ് തമ്പുരാന് കൊടുക്കുന്ന ബലി. അതെ പ്രിയപ്പെട്ടവരെ, തിരിച്ചും ഭാര്യയോട് മിണ്ടാതെ, ഭാര്യയോട് നോക്കാതെ, മക്കളോട് മിണ്ടാതെ പള്ളിയിൽ വന്നിരുന്നിരുന്ന് എന്നാ കൈക്കാരനാന്ന് പറഞ്ഞിട്ട്, എന്നാ ട്രസ്റ്റിയാന്ന് പറഞ്ഞിട്ട് ഒരു പ്രയോജനമില്ല. മനസ്സിലാകുന്നുണ്ടല്ലോ? അതുകൊണ്ട് കുടുംബത്തിൽ തുടങ്ങണം. ആത്മീയത എന്ന് പറയുന്നത് ഒരു ജീവിതക്രമമാണ് എന്ന് വിചാരിക്കുക. പിന്നെ സ്ത്രീകൾ എന്നോട് പിണങ്ങത്തില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. ഒരു സ്ത്രീയുടെ ആത്മീയതയാണ് ഒരു കുടുംബത്തിൻ്റെ ആത്മീയത. ഒരമ്മയുടെ പ്രാർത്ഥനയാണ് ഒരു കുടുംബത്തെ ബാലൻസ് ചെയ്യുന്നത്. കഞ്ഞി വെക്കുമ്പോഴോ, കറി വെക്കുമ്പോഴോ, തുണി അലക്കുമ്പോഴോ, തുടയ്ക്കുമ്പോഴോ മനസ്സിൽ തമ്പുരാനെ എന്ന് വിളിച്ച് ചെയ്യുന്ന നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടും. അതുകൊണ്ട് ഒരമ്മയുടെ ആത്മീയത നഷ്ടപ്പെടുമ്പോഴാണ് മക്കൾ വഴിപിഴച്ചു പോകുന്നത്. മക്കൾ വഴിപിഴച്ചു പോകുന്നെങ്കിൽ എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ എന്ന് നെഞ്ചത്തടിച്ച് നമ്മൾ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. കാരണം മക്കൾക്ക് റോൾ മോഡൽസ് ഇല്ല, മാതാപിതാക്കളെ കണ്ടുപഠിക്കാൻ പറ്റുന്നില്ല പ്രിയപ്പെട്ടവരെ. മൂന്നാമത്തത് മനസ്സാണ്. ഈയിടെ ഞാനൊരു ജേർണലിൽ വായിച്ചു, ഇന്ത്യയിൽ മാനസിക രോഗികളുടെ എണ്ണം ഭയാനകമായി കൂടുന്നു. അവരുടെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ മാനസിക രോഗ ചികിത്സയ്ക്ക് വിറ്റുതീരുന്ന മരുന്നിൻ്റെ 30% വിഴുങ്ങുന്നത് മലയാളിയാണ്. മലയാളിക്ക് കിറുക്ക് കൂടുന്നെന്നാണ് കണക്ക്. വേറൊരു കണക്ക് അതിനകത്ത് പറയുന്നുണ്ട്, നേരാണെന്ന് എനിക്കറിയത്തില്ല. 5 വീട്ടിൽ ഒരാൾക്ക് കേരളത്തിൽ വട്ടുണ്ടെന്ന്. അപ്പോൾ ഈ ചാപ്പലിൽ എത്ര വീടുണ്ട് അച്ഛാ? അതിനെ അച്ഛൻ ഒരു 5 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്യും. അത്രയും വട്ടന്മാരോ വട്ടികളോ അച്ഛന് സ്വന്തമായിട്ട് ഇവിടുന്ന് ട്രാൻസ്ഫർ ആകുന്നിടം വരെ കിട്ടും. അല്ല, നമുക്കൊക്കെ ശകലം കുഴപ്പമില്ലേ? ശകലം കുഴപ്പമുണ്ട്. ചിലപ്പോൾ പിള്ളേരോട് പറയാറില്ലേ, എനിക്ക് കിറുക്ക് പിടിച്ച് നിൽക്കും, അങ്ങോട്ട് മിണ്ടായിരിക്കടി പറയാറില്ലേ, എനിക്ക് വട്ടളകി നിൽക്കും. വട്ടളകുന്നുണ്ടെന്നേ, പിന്നെ ഞാൻ കാണുന്നതല്ലേ വട്ടളകുന്നേ. എൻ്റെ അടുത്ത് വരുന്നതൊക്കെ വട്ടന്മാരാണല്ലോ. അപ്പം ഞാൻ പറഞ്ഞു വന്നതിനാണെന്നറിയോ, ശരീരവും മനസ്സും ആത്മാവും കൂടെ പ്രിയപ്പെട്ടവരെ നിങ്ങളൊന്ന് ബാലൻസ് ചെയ്യണം. എല്ലാം വേണം നമുക്ക്. പ്രാർത്ഥന മാത്രം പോരാ, എല്ലാം വേണം നമുക്ക്. അതായത് ഞാൻ എളുപ്പം പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ, നമുക്കിപ്പോൾ ഒരു പരീക്ഷയ്ക്ക് 6 വിഷയം പഠിക്കാനുണ്ട്. 5 വിഷയത്തിന് നമുക്ക് 100ൽ 100, ഒരു വിഷയത്തിന് 0. നമ്മൾ ജയിക്കുമോ ചെയ്യാണ്ടി? ഇല്ല. 6 വിഷയത്തിന് ജസ്റ്റ് പാസ് കിട്ടിയാലോ ജയിക്കും. നമ്മളിൽ പലരും ഏത് കൂട്ടത്തിലാണെന്ന് കണ്ടുപിടിക്കണം. ചില വിഷയത്തിൽ നമുക്ക് ഫുള്ളാ അല്ലേ? ഈയിടെ ഉണ്ടല്ലോ ഒരു ചേട്ടനും ചേച്ചിയും കൂടെ, ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 70-78 വയസ്സുണ്ട് കേട്ടോ. ചേട്ടനും ചേച്ചിയും കൂടെ എന്നെ കാണാൻ വന്നത്, രണ്ടും കൂടെ എപ്പോഴും അടിയാ. മക്കൾ പിടിച്ചോണ്ട് വന്ന ഇത് രണ്ടും കൂടെ അടിയോടടിയാ. ഒത്തിരി കാര്യം പെരക്കി ഉറ്റൊക്കെ ഇട്ട് ഓടിക്കും. ചേച്ചിക്ക് ആ ഓട്ടം നേരെ ഓടിയിരുന്നെങ്കിൽ അങ്ങല്ല, അത്ര രസമാണ് അവരുടെ കാര്യം. അപ്പോൾ ഇവർ രണ്ടുപേരുടെ വന്നു കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ചേട്ടൻ എന്നോട് പറഞ്ഞു, ഇവക്ക് എന്നാത്തിൻ്റെ കേടാന്നാ ഈ പറയുന്നേ? 1-ാം തരം വീട് 1,18,00,000 രൂപ മുടക്കി ഞാൻ ഉണ്ടാക്കിയതാണ്. എവിടെ തന്തയല്ല ഞാൻ. ഗ്രേസ് ലാലിന് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറഞ്ഞു ഉണ്ട്, നല്ല വീട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, എല്ലാ റൂമും AC ഒക്കെയാണ്. ഇവൾ എന്നോട് 1 കിലോ പഞ്ചസാര പറഞ്ഞാൽ 5 കിലോയിൽ കുറഞ്ഞ് ഞാൻ ഇതുവരെ വാങ്ങിച്ചിട്ടില്ല. ഈ അടുത്ത ദിവസം ഞാൻ പുറത്തോട്ട് പോയപ്പോൾ അവൾ പറഞ്ഞു മീനൊന്നും ഇരിപ്പില്ലെന്ന്. എല്ലാ മീൻകടകളും ഹൈടെക് മീൻകടകളല്ലേ ഗ്രേസ് ലാലേ. വറക്കാൻ, കറി വെക്കാൻ, മപ്പാസ് വെക്കാൻ, പീര വെക്കാൻ, അച്ചാറിടാൻ 5 സൈസ് മീൻ വെട്ടി പീസാക്കിക്കൊണ്ട് ഇട്ടു കൊടുത്തു ഞാൻ. അതാണ് ഞാൻ ഈയിടെ പുറത്തോട്ട് പോയപ്പോൾ അവള് പറഞ്ഞു അവിടെ അടിപ്പാവാടയെല്ലാം പോയത്. ഒരു പാവാടയായിട്ട് എനിക്ക് വാങ്ങിക്കാൻ പറ്റുമോ? എൻ്റെ അന്തസ്സിന് പറ്റുമോ? ഞാൻ ആ ജവളിക്കട കയറി പറഞ്ഞ അവനോട് പറഞ്ഞു 6 പാവാട 6 കളറ് പാക്കിയിടാന്ന് പറഞ്ഞു. നീല, പച്ച, ചമല, മഞ്ഞ. ഞാൻ കൊണ്ട് ഇട്ടുകൊടുത്തു. ഇറീന്ന് പറഞ്ഞു ഞാൻ.
അതാണ് ഞാൻ. ഗ്രേസ് ലാലിന് മനസ്സിലായോ എന്നെ? ഞാൻ പറഞ്ഞു മനസ്സിലായി. ഞാനും ഓർത്തു ഇത്രയും ഒരു ചേട്ടനെ എനിക്ക് കിട്ടിയില്ലല്ലോ. കാരണം ഞാൻ 1 കിലോ പഞ്ചസാര പറഞ്ഞ് അങ്ങനെ 1/2 കിലോയാ കൊണ്ടുവരുന്നേ. നമുക്ക് ഷുഗർ ഉണ്ടല്ലോ എന്തിനായി. ചിലപ്പോൾ മീൻ പറഞ്ഞു വിട്ട് എന്നോട് പറഞ്ഞു ഈ മോർച്ചറി വെച്ച് അധികം കഴിക്കാതിരിക്കുന്നതാ, ഫ്രഷ് ആയിട്ടുള്ളത് അന്നേരം ഉണ്ടാക്കി തരും. എൻ്റെ കിട്ടിയ പാവാട ഇതുവരെ എനിക്ക് വാങ്ങിച്ചു തന്നിട്ടില്ല. ഈ 51 വർഷത്തിനിടയ്ക്ക് ഒരു പാവാട മേടിച്ചു തന്നിട്ടില്ല. അപ്പം സത്യം പറഞ്ഞ ഈ ചേട്ടനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാൻ തോന്നി എനിക്ക്. നല്ല ചേട്ടൻ, യോഗ്യൻ, ഇതുപോലെ വീട് നോക്കുന്ന ഒരു ചേട്ടൻ. ഞാൻ ചോദിച്ചു, ചേച്ചി ഇതുപോലെ ചേട്ടൻ ചേച്ചിയെ നോക്കുന്നില്ലേ? ഇയാൾ പറഞ്ഞല്ല സത്യവാ, കുഴപ്പമൊന്നുമില്ല, ഇതൊന്നും അല്ല ഞങ്ങളുടെ പ്രശ്നം. പിന്നെ എൻ്റെ പ്രശ്നം വൈകിട്ട് ഞാൻ ഇത്തിരി കഴിക്കും കൊച്ചേ, അതാ ഇവിടെ പ്രശ്നം. ഞാൻ പറഞ്ഞു ഇത്രയും വീട് നോക്കുന്ന ഒരു ചേട്ടൻ വൈകിട്ട് ഇത്തിരി കഴിക്കുന്നത് കുഴപ്പമില്ല. 2 പേർക്ക് അല്ലേ? പിന്നല്ലാതെ 2 പേർക്ക് അടിക്കുന്നതിന് കുഴപ്പമില്ലെന്ന് പറഞ്ഞപ്പോൾ എന്നോട് ഇവർ വീണ്ടും പറയുക, കൊച്ചെ അതല്ല കുഴപ്പമെന്ന്. നിങ്ങളല്ലേ പറഞ്ഞ കള്ളു കുടിക്കുന്ന അതല്ലെന്ന്. ഇയാൾ കിടന്നു മുള്ളും, അതാണ് പ്രശ്നം. കള്ളു കുടിക്കുന്നതല്ല പ്രശ്നം, അയാൾ കിടന്നു മുള്ളുന്നതാണ് പ്രശ്നം. അത് ഇച്ചിരി പ്രശ്നമാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു 2 മെത്ത കത്തിച്ചു, എത്ര തലയണ കത്തിച്ചു, എത്ര ബെഡ്ഷീറ്റ് ഞാൻ കത്തിച്ചു. ഇതെൻ്റെ അവസാനത്തെ ശ്രമമാണ്. ഇനിയും ഞാൻ ഇയാളെ മണ്ണെണ്ണ ഒഴിച്ച് തീ വെക്കും. കൊച്ചാരോട് പറഞ്ഞാലും കുഴപ്പമില്ല, ഞാൻ കത്തിക്കും. കാരണം 38 വയസ്സിൽ എൻ്റെ ചെറുക്കൻ പെണ്ണ് കിട്ടാൻ നടക്കുക, ഈയുടെ മൂത്രം ഒഴിക്കുക. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ഡയപ്പറെ തുടങ്ങാം. ഇപ്പോൾ അഡൾട്ടിനുള്ള ഡയപ്പർ കിട്ടും. നമുക്ക് ഈ ചേട്ടനെ ആദ്യം കെട്ടിക്കാം, അത് കഴിഞ്ഞിട്ട് ഇത് ശരിയാണ്. ഞാൻ പറഞ്ഞ എന്നാണെന്നറിയാമോ, ഇതുപോലുള്ള കേസുകൾ കേൾക്കുമ്പോൾ എല്ലാം ആ കുടുംബത്തിന് വേണ്ടി അയാൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരപ്പൻ്റെ യോഗ്യത അയാൾക്കില്ല, നല്ലൊരപ്പൻ്റെ യോഗ്യത അയാൾക്കില്ല. പ്രിയപ്പെട്ടവരെ, അപ്പൻ്റെ അഡ്രസ്സാണ് മക്കളുടെ അഡ്രസ്സ്, അമ്മയുടെ അഡ്രസ്സ് അല്ല. ഞങ്ങളുടെ പേരിൽ ഒരു പിള്ളേരും അറിയപ്പെടുന്നില്ല, മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളുടെ പേരിൽ, നിങ്ങളുടെ അഡ്രസ്സിലാണ് മക്കൾ അറിയപ്പെടുന്നത്. കരുത്തനായ ഒരപ്പനാണോ നിങ്ങളെന്ന് ആലോചിക്കുക. ശക്തനായ ഒരപ്പനാണോ? മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കിയതിൻ്റെ ലിസ്റ്റ് അല്ല. നിങ്ങളെന്ന് പറയുന്ന ആ സ്ട്രോങ് ആയ മനുഷ്യനെ കണ്ടുപിടിക്കാൻ കുഞ്ഞുങ്ങൾക്ക് എന്നാ നിങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കുക. എല്ലാ മനുഷ്യൻ്റെയും മനസ്സിൽ നന്മയുടെ നിറവാണ് അമ്മ. ഏറ്റവും വലിയ ചാലകശക്തിയാണ് അമ്മ. മാതൃത്വം ഒരു പദവിയാണ്. ആ പദവിയിൽ യോഗ്യതയോടെ ഇരിക്കുന്ന അമ്മമാരെ ഇന്ന് ഞാൻ കാണുന്നില്ല. ഇന്ന് വന്ന ഒരു കേസ്, രാവിലെ വന്ന ഒരെണ്ണം പ്രസവിക്കാൻ എന്നെ കൊണ്ട് മനസ്സില്ലെന്ന്. എങ്ങനെ പ്രസവിപ്പിക്കും? എൻ്റെ പണിയാണ് ഇതൊക്കെ, പ്രസവിപ്പിക്കുക, കഴിപ്പിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങളോട് ഇതൊന്ന് ബാലൻസ് ചെയ്യണമെന്ന് പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? എല്ലാം നമുക്ക് വേണം. നല്ല അമ്മയുമാകണം, നല്ല അപ്പനുമാവണം. കുടുംബം എന്ന് പറയുന്നത് ഒരു സ്നേഹനികേതനമാവണം. എൻ്റെ അടുത്ത് വരുന്ന പ്രശ്നക്കാരായ ഭാര്യ ഭർത്താക്കന്മാരൊക്കെ എന്നോട് സ്ഥിരം ചോദിക്കാറുള്ളൊരു ചോദ്യമുണ്ട്, കുടുംബത്ത് സന്തോഷം ഉണ്ടാവാൻ എന്താണ് ചെയ്യേണ്ടത്? കുടുംബത്ത് സമാധാനം ഉണ്ടാവാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ ഇവർക്ക് സ്ഥിരം കൊടുക്കാറുള്ള ഒരു മറുപടിയേ ഉള്ളൂ, കുടുംബത്ത് സന്തോഷവും സമാധാനം ഉണ്ടാവാൻ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി. നിങ്ങൾ 2 പേരും കൂടെ ഒന്ന് സ്നേഹിക്ക്, വേറെ ഒന്നും ചെയ്യണ്ട. 2 പേരും കൂടെ ഒന്ന് സ്നേഹിച്ചാൽ മതി. പക്ഷേ ആ സ്നേഹം ഒരു ടോട്ടൽ ഗിവിങ് ആണ്. ആ സ്നേഹം ഒരു അൺകണ്ടീഷണൽ ലവ് ആണ്. ദാമ്പത്യ സ്നേഹം പരിപൂർണമായ സമർപ്പണമാണ്. അത് വ്യവസ്ഥകളില്ലാത്ത ഒരു ബന്ധമാണ്. പക്ഷെ ഇന്നത്തെ മനുഷ്യന് സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ കുഴപ്പമെന്ന് എനിക്ക് തോന്നുന്നത്, നമുക്ക് സ്നേഹിക്കാനുള്ള കഴിവ് കുറഞ്ഞുപോയി. അത് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരു ഇമോഷണൽ ഡെഫിഷ്യൻസി നിങ്ങളെയും എന്നെയും ഒക്കെ ബാധിച്ചിട്ടുണ്ട്. വൈകാരിക തലത്തിലുള്ള ഒരു കുറവ്. അതിൻ്റെ കാരണങ്ങൾ തേടി ചെല്ലുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്, ബുദ്ധിയുടെ തലത്തിൽ നമ്മളിന്ന് വളരെ ഉയരങ്ങളിലാണ്. ബുദ്ധി കൂടുന്തോറും നമുക്കിത് കോടാലിയായിട്ട് മാറിക്കൊണ്ടിരിക്കുക.
ബുദ്ധി കൂടുന്തോറും നമുക്കിതൊരു കുഴപ്പമായിട്ടും മാറിക്കൊണ്ടിരിക്കുക. കാരണം 2024 കണക്ക് ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നുള്ളൂ. 2023 എൻ്റെ ക്ലിനിക്കിൽ എന്നെ കാണാൻ വന്ന കേസുകളെ ഞാൻ ഒന്ന് അനലൈസ് ചെയ്യും. എല്ലാ വർഷവും തീരുമ്പോൾ അനലൈസ് ചെയ്യും. അപ്പം ഞാൻ കണ്ടത് 10ാം ക്ലാസ്സിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരു 6-7 കേസ് എനിക്ക് വന്നിട്ടുള്ളൂ. 12ാം ക്ലാസ്സിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരു 8, 10, 11, 12 കേസ് ഉണ്ടായിരുന്നു. ബാക്കി മുഴുവൻ ഹൈലി ക്വാളിഫൈഡ് പിള്ളേരുടെയാണ്. ഈ കുറേ ദിവസം ഇപ്പം നിങ്ങൾക്കറിയാം, ഈ ക്രിസ്മസ് വെക്കേഷൻ അല്ലെ ന്യൂ ഇയറിന് വേണ്ടി എല്ലാ രാജ്യത്തു നിന്നും പിള്ളേർ വന്നിട്ടുണ്ട്. എനിക്ക് എല്ലാ ദിവസവും ഉണ്ടായിരുന്ന ഓസ്ട്രേലിയ, അയർലൻഡ്, കാനഡ ഒക്കെ തന്നെയാണ്. വിദ്യാഭ്യാസം കൂടുന്തോറും പിള്ളേർക്ക് ജീവിക്കാൻ അറിയാൻ മേല, സ്നേഹമില്ല. പണമുണ്ട്, വലിയ വീടുണ്ട്, ബെൻസ് കാറുണ്ട്, സ്നേഹമില്ല. സ്നേഹിക്കാൻ അറിയാൻ മേലാത്ത പിള്ളേരെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. പല കുടുംബങ്ങൾ അവാർഡ് ഫിലിമാണ്. ചോറ് വിളമ്പി കുറച്ച് നേരം കഴിയുമ്പോൾ എടുത്തോ തട്ടി ഉരുട്ടി വിഴുങ്ങി വെച്ച, പിന്നെ കുറെ കഴിയുമ്പോൾ ചായ വേണ്ട. 5 വാക്യമുണ്ട് ജീവിക്കാം. അതെ, വിദ്യാഭ്യാസം കൂടുന്തോറും നമുക്ക് സ്നേഹം കുറയുന്നോ പ്രിയപ്പെട്ടവരെ? കുടുംബത്തിനൊരു ഭാഷയുണ്ടാവണം. കുടുംബത്തിൻ്റെ ഭാഷ സ്നേഹത്തിൻ്റെ ഭാഷയാവണം. സ്നേഹത്തിൻ്റെ ഭാഷ ഹൃദയത്തിൻ്റെ ഭാഷയാവണം. യുക്തിബോധം കുടുംബത്തിൻ്റെ ഭാഷയല്ല. എല്ലാ യുക്തിയെയും കടത്തി വെട്ടുന്ന ഹൃദയത്തിൻ്റെ ഭാഷ ശീലിക്കണം നമ്മൾ. വർത്താനം പറയാൻ പഠിച്ചാൽ മതി. കുടുംബത്തിൽ നമുക്ക് വലിയ കുഴപ്പമില്ലാതെ പോകാം. വർത്താനം പറയുന്നുണ്ടോ? ആര് പറയുന്നു? ആരോട് പറയുന്നു? ഇങ്ങനെ കുടുംബങ്ങളിൽ ആരും തമ്മിൽ ഇപ്പം കമ്മ്യൂണിക്കേഷൻ ഇല്ലയെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഞാനൊക്കെ ഓർക്കാറുണ്ട്, പണ്ടത്തെ കുടുംബങ്ങൾ അങ്ങനെയൊന്നും ഇല്ല. ഒന്നാമത് ഈ മണനവിളക്കൊക്കെ ആയിരുന്നുകൊണ്ട് അതിൻ്റെ വട്ടത്തിലിരുന്ന് കപ്പ ഒഴുങ്ങിയെന്ന സംബന്ധിയാണെങ്കിൽ അവിടെ വർത്താനം പറയും, വികാരിച്ചൻ്റെ കുറ്റം പറയും, രാഷ്ട്രീയക്കാരുടെ കുറ്റം പറയും. ഒരു ഭയങ്കര കുടുംബ സദസ്സുണ്ടായിരുന്നു. ഇപ്പം ഇന്നലെ ഒരപ്പൻ എന്നോട് പറഞ്ഞു, വലിയ വീടാണ്, പുറത്തുനിന്ന് വന്നാ ജോലിയെല്ലാം ചെയ്ത്, 3 ആമക്കളാണ്. ഒരു ബെല്ലടിച്ചാൽ മൂത്ത മകനുള്ളതാണ്, രണ്ടാമത്തെ ബെല്ലടിച്ചാൽ രണ്ടാമത്തെ മോന്, 3 ബെല്ലടിച്ചാൽ 3ാമത്തവന്. അപ്പം ഞാൻ ചോദിച്ചു, 3 പേരെയും കൂടെ ഒന്ന് വിളിക്കണേ, കൂട്ടമണി അടിക്കുമോ എന്ന് ചോദിച്ചു. അല്ല ശരിയല്ലേ? അല്ല, നിങ്ങൾ 3 പേരും കൂടെ എങ്ങനെ അമ്മയെ വിളിക്കുന്നത്? ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് മേളിലോട്ട് നോക്കിയിട്ടാ ജോന്ന് വിളിച്ചാൽ നിങ്ങൾക്ക് എന്നാതല്ലേ കുഴപ്പം? അവിടെ ഉറക്കം വിളിക്കാൻ നമ്മുടെ സ്വരവും നല്ലതാകും, നാട്ടുകാരും കേൾക്കും, ചെറുക്കനും കേൾക്കും. അല്ല, അവന് ചെവിക്കകത്ത് കുണ്ടനാണ്ടം വെച്ചിരിക്കുന്നതുകൊണ്ട് കേൾക്കത്തില്ലെന്ന് വെച്ചാൽ ബെല്ലടിച്ചാൽ കേൾക്കുമോ? ബെല്ലടിച്ചാൽ കേൾക്കുമോ? ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലായി. കമ്മ്യൂണിക്കേഷൻ ഇല്ല. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധങ്ങൾ വികലമാകുന്നു. കേരളത്തിൽ വൃദ്ധമന്ദിരങ്ങളുടെ എണ്ണം കൂടി. ഈ കൊച്ചു കേരളത്തിൽ എന്തിനാണ് വൃദ്ധമന്ദിരം? അതൊക്കെ ഇംഗ്ലീഷുകാരൻ്റെ രാജ്യത്ത് നടന്നിരുന്ന സംഭവങ്ങളാണ്. നമ്മുടെ ആൾക്കാർ ഇവിടുന്ന് കൂടുതലും യൂറോപ്പിലേക്കൊക്കെ പോകുന്ന കെയറായിട്ടാണ്, വലിപ്പനും വലിയമൊക്കെ നോക്കാനാണ്. ഞാനൊരു 18 രാജ്യങ്ങളോളം യാത്ര ചെയ്തിട്ടുണ്ട്. ഒത്തിരിയേറെ സ്ഥലങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഒത്തിരിയേറെ ജീവിതങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇന്ന് തഴയപ്പെടുന്ന മാതാപിതാക്കളുടെ എണ്ണം കൂടുക. ഞാൻ ഈയിടെ എൻ്റെ പാസ്പോർട്ട് പുതുക്കാനായിട്ട് പാസ്പോർട്ട് ഓഫീസിൽ പോയി. അപ്പോൾ ക്യൂ നിൽക്കാം. അപ്പോൾ ഒരു പെൺകുട്ടി, എനിക്ക് പരിചയമുള്ളൊരു ജോലി ചെയ്യുന്ന കുട്ടി വന്ന് പറഞ്ഞു, മാഡം ഞാൻ ശരിയാക്കാം, മാഡം ഒത്തിരി നേരം നിൽക്കേണ്ടെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ഞാൻ നിന്നോളാം. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതെല്ലാം പ്രായമുള്ളവരാണല്ലോ, ചെറുപ്പക്കാർക്കൊന്നും പാസ്പോർട്ട് വേണ്ടേ? അന്നേരം എന്നോട്, ഇതെല്ലാം മക്കളെ നോക്കാൻ, കൊച്ചുമക്കളെ നോക്കാനായിട്ട് വേലയ്ക്ക് കൊണ്ടുപോകുന്ന ആൾക്കാരാണ്. വേലക്കാരിക്ക് രൂപ കൊടുക്കണോ? ഇതാകുമ്പോൾ വേലയ്ക്ക് കൊണ്ടുവന്ന സാധനങ്ങളാണ്. പാവങ്ങൾ നിൽക്കുക, ആധാർ കാർഡ്, മറ്റക്കാരുടെ, മറിച്ചക്കാരുടെ ഒക്കെ നോക്കി. അതെ, മാതാപിതാക്കളുടെ ഇപ്പോഴത്തെ ഒരു ഉപയോഗം എന്നാണെന്നറിയാമോ? പുറം രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരുടെ അടുക്കളപ്പണി, മക്കളെ നോട്ടം. മോശമെന്നല്ല, നമ്മളിവിടെ അത് തന്നെ ചെയ്യുന്നുണ്ട്. എനിക്ക് 4 കൊച്ചുമക്കളുണ്ട്. അവരെൻ്റെ റൂം നിറയെ എഴുതി വെച്ചിട്ടുണ്ട്, യു ആർ ദ ബെസ്റ്റ് ഗ്രാൻഡ്മ ഇൻ ദ വേൾഡ്. ഞാൻ കഷ്ടപ്പെട്ട് നേടിയെടുത്തത്. അതെ, കഷ്ടപ്പെട്ട് നേടിയെടുത്തതാ പ്രിയപ്പെട്ടവരെ. ഞാൻ ഈയിടെ ഒരു വൃദ്ധ മന്ദിരത്തിൽ കുറച്ചാൾ മുമ്പാണ്, എറണാകുളം ജില്ലയിലെ ഒരു വൃദ്ധ മന്ദിരത്തിൽ എനിക്കൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആനുവൽ ഡേ സെലിബ്രേഷനാണ്. അതിൻ്റെ ഡയറക്ടർ ഒരു കന്യാസ്ത്രീയാണ്.
അവരെൻ്റെ കൂട്ടത്തിൽ ഡിഗ്രിക്ക് പഠിച്ചതാണ് ചങ്ങനാശ്ശേരി അസംഷൻ കോളേജിൽ, എൻ്റെ ക്ലാസ്മേറ്റാണ്. അപ്പോൾ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിന്നോട് ഞാൻ നേരത്തെ ബുക്ക് ചെയ്യുക, നിൻ്റെ ഒരു ദിവസം എനിക്ക് വേണം. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതല്ലേ, അപ്പോൾ അതിനുള്ള സ്വാതന്ത്ര്യം വെച്ചുകൊണ്ട് പറഞ്ഞു, ഒരു ഫുൾ ഡേ നീ രാവിലെ വന്നാൽ വൈകിട്ടേ ഞാൻ വിടത്തുള്ളൂ. ഞാൻ പറഞ്ഞു ഞാൻ വരാം, എനിക്കും ഇഷ്ടപ്പെട്ടു. അവിടെ ചെന്ന് രാവിലെ അമ്മച്ചിമാർക്ക് മത്സരങ്ങളാണ്, 36-37 അമ്മച്ചിമാരുണ്ട്. മത്സരം എന്ന് പറഞ്ഞാൽ മുട്ടായി പെറുക്ക്, കസേര കളി, പാട്ട്, അങ്ങനത്തെ മത്സരങ്ങളാണ്. അപ്പം ഞാനതിനകത്ത് ജഡ്ജായിട്ട് ഇരിക്കുന്നുണ്ട്, പിന്നെ ഇവരെ പ്രോത്സാഹിപ്പിച്ച് ഇവരുടെ കൂടെ കൂടുന്നുണ്ട്. ഉച്ചയോടുകൂടി മത്സരമൊക്കെ കഴിഞ്ഞു, സദ്യയാണ്. സദ്യക്ക് ഇങ്ങനെ ഇലയിട്ട് ഉണ്ടോണ്ടിരിക്കുമ്പോൾ എൻ്റെ അടുത്തിരിക്കുന്ന ഒരു അമ്മച്ചിയോട് ഞാൻ ചോദിച്ചു, അമ്മച്ചി എങ്ങനെയാ ഇവിടെ വന്ന് പറ്റിയത്? അപ്പം എന്നോട് പറഞ്ഞു, അത് ഞാൻ ചത്തപ്പം അവന്മാർ കൊണ്ടാക്കിയതാ. ഏതവന്മാർ? എൻ്റെ മക്കള്, അല്ലണ്ട ആരാടി? എത്ര എണ്ണം ഉണ്ട്? 8 എണ്ണം ഉണ്ട്. 8 എണ്ണം ഉണ്ടായിട്ട് ഒരെണ്ണം പോലും തള്ളെ നോക്കുന്നില്ലെങ്കിൽ തള്ളയുടെ കയ്യിലിരിപ്പത്ര ശരിയല്ല. അത് ഏത് ബോധമുള്ളവർക്കും തോന്നും അല്ലേ? അല്ലേ, ഒരെണ്ണമെങ്കിലും നമ്മളെ നോക്കത്തില്ലേ? അപ്പം ഞാൻ ചോദിച്ചു, മക്കളൊക്കെ എവിടാ? എൻ്റെ മക്കളൊന്ന് സാധാരണക്കാരല്ല കൊച്ചേ, ഡോക്ടറും എഞ്ചിനീയറും ചാർട്ടേഡ് അക്കൗണ്ടൻസ്, അവരൊക്കെ വലിയ വലിയ പരീക്ഷ പാസ്സായവന്മാരാ. എവിടെയാണ്? കാലിഫോർണിയ, ഹൂസ്റ്റൺ, ടെക്സാസ്. ഞാൻ ചോദിച്ചു, ഇതെല്ലാം അമേരിക്കയിലല്ലേ? എല്ലാം അമേരിക്കയിലാണോ? അല്ലടി, ഡബ്ലിൻ. അത് അയർലൻഡില്ല, എനിക്ക് മനസ്സിലായി. പിന്നെ മെൽബൺ, അത് ഓസ്ട്രേലിയയില്ല, എനിക്ക് മനസ്സിലായി. അപ്പം അമ്മച്ചിയുടെ മക്കൾ എല്ലാ രാജ്യത്തുമായിട്ട് കിടക്കുക. ദുബായിലുണ്ട് ഇളയ മോള്. അപ്പം ഞാൻ ചോദിച്ചു, വരാറുണ്ടോ? ആണ്ടിലൊരെണ്ണം കുടുംബസമേതം വരും. നെടുമ്പാശ്ശേരി ഇറങ്ങിയിട്ട് അവിടുന്ന് അവരിവിടെ വന്ന് എന്നെ കയറ്റി. പാമ്പാടിയിലാണ് വീട്. അത് ഒരു 50 സെൻറ്റ് സ്ഥലവും പഴയ ഒരു തറവാടുമാണ്. അത് നോക്കാൻ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അയാളത് തൂത്തു തുടച്ചൊക്കെ ഇടും. അങ്ങനെ ഞാൻ അവരുടെ കൂടെ അവധി തീരുന്നിടം വരെ അവിടെ പോയി നിൽക്കും. അവരവധി കഴിഞ്ഞ് പോകുമ്പം വീണ്ടും ഇവിടെ കൊണ്ടാക്കിയിട്ട്, എറണാകുളം ജില്ലയിലാണ്, ഇതാക്കിയിട്ട് പോകും. ചേരാനല്ലൂർ അടുത്താണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, അമ്മച്ചിയുടെ ഉള്ളിൽ സന്തോഷമുണ്ടോ? ഏതൊരമ്മയ്ക്കാ മോളെ ഈ അവസ്ഥയിൽ സന്തോഷിക്കാൻ പറ്റുക? ഞാൻ പലപ്പോഴും ഓർത്തു പോയിട്ടുണ്ട് മോളെ, ഞാൻ പ്രസവിച്ചതിൽ ഒരെണ്ണമെങ്കിലും ബുദ്ധിയില്ലാത്തവനായിരുന്നുവെങ്കിൽ, ഞാൻ പ്രസവിച്ചതിൽ ഒരെണ്ണമെങ്കിലും വൈകല്യങ്ങളുള്ളവനായിരുന്നുവെങ്കിൽ എനിക്കിന്ന് അവൻ്റെ കൂടെ കഴിയാമായിരുന്നു. 8 കേമന്മാരെ പ്രസവിച്ചതാ ഞാൻ ചെയ്ത തെറ്റ്. എന്നോട് ചോദിച്ചു, നിന്നെ കല്യാണം കഴിച്ചാണോ? പിള്ളേരുണ്ടോ? ആണോ പെണ്ണോ? പിള്ളേരാ. പെൺപിള്ളേരില്ല. 2 മരുമക്കളുണ്ട്, 2 പെൺകുട്ടികൾ, കൊച്ചുമക്കളുണ്ട്. അങ്ങനെ 3-4 പെണ്ണുണ്ട് വീട്ടിൽ. എന്താ അമ്മച്ചി ചോദിച്ചേ? അല്ല മോളെ, നീ നേരത്തെ ഇവിടെ ബുക്ക് ചെയ്തോളാൻ പറഞ്ഞു. നല്ല സ്ഥലമാണ്, കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞു, അമ്മച്ചി ഇപ്പോൾ വലിയ കുഴപ്പമില്ലാതെ പോവുക. അങ്ങനെ ഒരാവശ്യം വന്നാൽ ഞാനിത് ഓർക്കാം ഈ സ്ഥലത്തെക്കുറിച്ച്. അങ്ങനെ ഈ അമ്മച്ചിയുടെ അടുത്ത് എനിക്കെന്തോ വല്ലാത്തൊരു ഇഷ്ടം. ഊണ് കഴിഞ്ഞ് എഴുന്നേറ്റ് ഞാൻ അമ്മച്ചിയുടെ മുറിയിൽ പോയി. അമ്മച്ചിയുടെ മുറിയിൽ ഒരു ഷെൽഫ് നിറയെ പുസ്തകങ്ങൾ. അമ്മച്ചിയുടെ മേശപ്പുറത്ത് ഇന്ത്യൻ എക്സ്പ്രസ്, ഹിന്ദു തുടങ്ങിയ ഇംഗ്ലീഷ് പത്രങ്ങൾ. പാതി വായിച്ച് കമിഴ്ത്തി വെച്ച് ഒരു ഇംഗ്ലീഷ് നോവൽ അമ്മച്ചിയുടെ തലയണയിൽ. ഞാൻ ചോദിച്ചു, സാധാരണക്കാരിയല്ല അല്ലേ? നീ എന്താടി എന്നെക്കുറിച്ച് വിചാരിച്ചത്? ഞാൻ പഴയ MSc B.Ed ആണ്, കെമിസ്ട്രി. ഞാൻ കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നതാണ് മോളെ. ഭർത്താവ് ഒരു ആർമി ഓഫീസറായിരുന്നു. അയാളുടെ ട്രാൻസ്ഫറിനനുസരിച്ച് എല്ലാ സ്ഥലത്തും എനിക്ക് ജോലി ചെയ്യാൻ പറ്റിയില്ല. പിന്നെ മക്കൾ 8 പേരായപ്പോൾ അവരെ വളർത്തുന്ന ഭാരം. അതുകൊണ്ട് ഞാൻ പതുക്കെ എൻ്റെ ജോലി ഉപേക്ഷിച്ചു. മക്കളെ വളർത്തി വലുതാക്കി. ഇന്ന് അവരെല്ലാം നല്ല നിലയിലായി. അപ്പോൾ അമ്മച്ചി എന്നോട് പറയുകയാണ്, ഞാൻ ഇപ്പോഴും വായിക്കാറുണ്ട്, അതാണ് ഞാൻ കണ്ടെത്തുന്ന സന്തോഷം. അമ്മച്ചി പോയി അമ്മച്ചിയുടെ പുസ്തക ശേഖരത്തിൽ നിന്ന് 2 പുസ്തകങ്ങൾ എടുത്ത് സ്വന്തം കൈപ്പടയിൽ എനിക്ക് ബെസ്റ്റ് വിഷസ് എഴുതി ഒപ്പൊക്കെ ഇട്ട് എൻ്റെ കൈ തന്നിട്ട് പറഞ്ഞു, ഇത് ഞാൻ ഡൽഹിയിൽ നിന്ന് കളക്ട് ചെയ്തതാ, ഇതിപ്പോൾ കിട്ടത്തില്ല ഈ പുസ്തകം, നീ സൈക്കോളജിസ്റ്റ് അല്ലേ, നിനക്ക് ഉപകാരപ്പെടും നീ വായിക്കുമെങ്കിൽ. അങ്ങനെ ഞാൻ അമ്മച്ചിയുടെ അടുത്തു നിന്ന് പോരുമ്പോൾ അമ്മച്ചിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് കുറേ ഉമ്മ ഞാൻ കൊടുത്തായിരുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു, കാണാം. ഇല്ല മോളെ, ഈ പടി കടന്നു വരുന്നവരൊക്കെ ആരുടെയെങ്കിലും വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ, ആരുടെയെങ്കിലും പിറന്നാൾ ആഘോഷിക്കാൻ കേക്കും മുട്ടായിയൊക്കെ ആയിട്ട് വരുന്നവരാ. ഞങ്ങളെ കാണാൻ വരുന്നവരൊന്നുമല്ല. അവർ വെറുതെ വന്നിങ്ങനെ ഞങ്ങളെ തൊട്ട് സന്തോഷമൊക്കെ കഴിഞ്ഞാൽ അവർ പോവും. അവർ വരില്ല. വേറെ ബാച്ച പിന്നെ വരുന്നത്. നീയും വരില്ല.
നീ മീറ്റിങ്ങിൽ പ്രസംഗിക്കാൻ വന്നതാ, നീയും വരില്ല എന്ന് എനിക്കറിയാം. പെട്ടെന്ന് എനിക്ക് സങ്കടമായി. ഞാൻ പറഞ്ഞു, ഞാൻ അമ്മച്ചിയെ വിളിക്കാം, ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു. ഞാൻ അവിടുന്ന് പോന്നു. ഞാൻ സിസ്റ്ററോട് പറഞ്ഞു, എനിക്ക് അമ്മച്ചിയോട് എന്തോ ഇവർ കഴിഞ്ഞ ജന്മത്തിൽ എൻ്റെ ആരോ ആയിരുന്നോ എന്ന് എനിക്കൊരു തോന്നൽ, ഒരു വല്ലാത്ത അറ്റാച്ച്മെൻറ്റ് അവരോട്. അതുകൊണ്ട് ഞാൻ എല്ലാ ആഴ്ച അവരെ ഒന്ന് വിളിച്ചോട്ടെ. വിളിച്ചോ, സൺഡേ ഞാൻ വിളിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ഞായറാഴ്ച ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞു, അമ്മച്ചിയുടെ പാമ്പാടിയിലെ വീടും ആ 50 സെൻറ്റ് സ്ഥലവും എൻ്റെ പേരിൽ എഴുതി തരാമെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുവച്ച് പൊന്നുപോലെ നോക്കാം. മനസ്സിലായില്ലേ? പോടി അവിടുന്ന്. അത് ഇളയ മോൻ ബാലൂന്. അവനെവിടാ? അവൻ ഹൂസ്റ്റണിലെ ഡോക്ടർ, പീഡിയാട്രീഷ്യൻ. തള്ളവിടെ നിന്നോളാൻ പറഞ്ഞു. പിന്നെ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മച്ചിയുടെ കയ്യിൽ കുറേ വള, ഒരു 5-6 സ്വർണ്ണവള, കഴുത്തിലൊരു തടിമട മാല, ഇതൊക്കെ ഞാൻ കണ്ടു. എനിക്ക് വസ്തുവും വേണ്ട, വീടും വേണ്ട, ഗോൾഡ് നല്ല വിലയാണ്. അതുകൊണ്ട് അതെനിക്ക് തന്നാൽ മതി, ഞാൻ നോക്കാന്ന് വീട്ടിൽ കൊണ്ടുവച്ച്. പൊടി അവിടുന്ന്. അതെൻ്റെ ഇളയ മോള് ബീനയ്ക്ക്, ദുബായിക്കാരിക്ക്, അവൾക്ക് 3 പെൺപിള്ളേർ. എന്നേലും കൊടുക്കണ്ടേ, ഇതിനൊക്കെ കെട്ടിക്കണ്ടേ. അപ്പം ഞാൻ തള്ള അവിടെ നിന്നോളാൻ പറഞ്ഞു. നിങ്ങൾ നല്ല ബുദ്ധി പറഞ്ഞത് നിങ്ങൾ കേൾക്കുന്നില്ല, അവിടെ നിന്നോളാൻ പറഞ്ഞു. ഈ അടുത്ത നാളിൽ അമ്മച്ചിക്ക് അസുഖം കൂടി കാരിത്താസ് ഹോസ്പിറ്റലിൽ ICUവിൽ അമ്മച്ചി അഡ്മിറ്റ് ചെയ്തു. ഞാനും അമ്മച്ചിയും കൊണ്ട് ഇങ്ങനെ തമാശ പറയും ഒത്തിരി. അമ്മച്ചി സിസ്റ്ററിനോട് പറഞ്ഞു, എനിക്ക് അവളെ ഒന്ന് കാണണം. ഞാൻ പോയി സിസ്റ്ററിനെ അകത്ത് കയറി കെട്ടിപ്പിടിച്ചു. പതിവ് പടി കുറേ ഉമ്മയെല്ലാം കൊടുത്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മച്ചി മരണത്തോട് വളരെയേറെ അടുത്തിരിക്കുക, മിണ്ടാനൊന്നും മേല. അപ്പം ഞാൻ ഇതുപോലെ ചോദിച്ചു, എനിക്കൊരു ഉപകാരം ചെയ്യാമോ? അമ്മച്ചി കണ്ണ് മിഴിച്ച് എന്നെ നോക്കി. ഞാൻ പറഞ്ഞു, എനിക്ക് വസ്തുവും വേണ്ട, വളയും വേണ്ട, ഒരു കൂന്തവും വേണ്ട, ഞാൻ വേറെ കാര്യമാണ് പറയാൻ വരുന്നത്. ചിരിച്ചു. ഞാൻ പറഞ്ഞു, അമ്മച്ചി മരിക്കും, അമ്മച്ചി സ്വർഗത്തിൽ പോകും. സ്വർഗ കവാടങ്ങൾ തുറന്നു തമ്പുരാൻ്റെ തിരുമുഖം കണ്ട് കേറി പോകുമ്പോൾ അമ്മച്ചിക്ക് തമ്പുരാനോടൊന്ന് പറയാവോ, ഗ്രേസ് ലാലെന്ന് എൻ്റെ പേര്, എനിക്കും തമ്പുരാനും ഇടയിൽ ഒരു മധ്യസ്ഥയായി ഞാൻ വിളിച്ചോട്ടെ, എനിക്കാവശ്യം വരുമ്പോൾ ഓടി വരുമോ? വരും. 2 ദിവസം കഴിഞ്ഞ് അമ്മച്ചി മരിച്ചു. എന്നോ ശവോടക്കാരെന്നറിയോ? ഉയ്യോ, ഭയങ്കര ശവോടൊക്കെ. ഞാനും കോട്ടയത്ത് നിന്നൊരു പൂച്ചണ്ടല്ല കേട്ടോ, എന്നെ പൂച്ചണ്ട് തായ്ലൻഡിൽ നിന്ന് ഇറക്കുമതി ചെയ്ത പൂക്കട നടുവില്ല. വേറൊരു രസം എന്നാണെന്നറിയോ? ഈ അമ്മച്ചിയെ ഞാൻ ഈ പൂച്ചണ്ടൊക്കെ ആയിട്ട് ചെന്ന് ഞാൻ നല്ലതായിട്ടൊന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി നോക്കിയതാണ്. എന്നെ സുന്ദരിയായിട്ടാണ് കിടക്കുന്നത്. ഞാൻ സിസ്റ്ററിനോട് ചോദിച്ചു, ആ അമ്മച്ചി തന്നെയാണോ ഈ അമ്മച്ചി? എനിക്കിങ്ങനെ ചില സംശയമുണ്ട്. അപ്പോൾ എന്നോട് ആണ്, നിനക്ക് എന്നാ പറ്റേ? ഞാൻ പറഞ്ഞു, ഇത്ര സുന്ദരി. എടി, ഇത് മുഴുവനുണ്ടല്ലോ ഈവൻ മാനേജ്മെൻറ്റുകാരുടെ പരിപാടിയാണ്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈവൻ മാനേജ്മെൻറ്റുകാരെ ഏൽപ്പിച്ചാൽ മതി. അവർ പന്തലിടും, വെള്ളം കൊണ്ടുവരും, കസേരയിടും, ഫോട്ടോഗ്രാഫറെ വെക്കും, ഫോട്ടോ നിർത്തി ഇരുത്തിയൊക്കെ എടുക്കും. നമ്മളൊന്നും അറിയണ്ട. കരഞ്ഞ് കാണിക്കാൻ പറയുമ്പോൾ നമ്മളൊന്ന് കരഞ്ഞ് കാണിക്കണം. മനസ്സിലായില്ല? മുത്താൻ പറയുമ്പം മുത്തണം. ഇതല്ല ഈവൻ മാനേജ്മെൻറ്റുകാർ പറഞ്ഞു തരുന്നതനുസരിച്ച് ചെയ്താൽ നല്ല ആൽബം, നല്ല സംഭവമൊക്കെ കിട്ടും. അതൊന്നും കുഴപ്പമില്ല, പോട്ടെ. പക്ഷേ ഈ അമ്മച്ചിയെ ഒരു ബ്യൂട്ടീഷ്യനെ കൊണ്ട് ഒരുക്കി കിടത്തിയതാ. ഇച്ചിരി റൂഷൊക്കെ അടിച്ച് നല്ല സുന്ദരിയായിട്ട്. അപ്പം ഞാൻ സിസ്റ്ററിനോട് പറഞ്ഞു, ഈവൻ മാനേജ്മെൻറ്റുകാരുടെ നമ്പർ എനിക്ക് വേണ്ട, അതെൻ്റെ മക്കൾ സംഘടിപ്പിച്ചോളും. പക്ഷേ എനിക്ക് ബ്യൂട്ടീഷ്യൻ്റെ നമ്പർ വേണം. ഞാൻ ചാകുമ്പോൾ ഒത്തിരി പേര് വരാൻ സാധ്യതകളുണ്ട്. ഓർത്തഡോക്സ് യാക്കോബായ, മർത്തോമ, SNDP, വെള്ളപ്പള്ളി, നടേശം വരെ വരാനുള്ള സാധ്യതയുണ്ട്. ഞാൻ അവരുടെ 14 യൂണിയന് ട്രെയിനിങ് പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വരാതിരിക്കുമോ? പുള്ളിക്കാരൻ്റെ ഭാര്യ എന്നാണല്ലോ വരുമെന്ന് എനിക്കറിയാം. ശരിക്കും സത്യമായിട്ടും പ്രീ മാരേജ് കോഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ വരുമ്പോൾ കൊണാന്ന് എന്നെ കിടത്തരുത്, ഇല്ലേ? സുന്ദരിയായിട്ട് കിടത്തണം. എന്നിട്ട് ഞാൻ ഈ നമ്പർ മേടിച്ച് എൻ്റെ മരുമോടെ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അവളോട് ഞാൻ പറഞ്ഞു, അവൾ എന്നോട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, സമയമായോ? ഞാൻ സമയമായില്ല. ആരുടെ ഇവിടെ ബന്ധം? ഞാൻ എന്നിട്ട് ഈയിടെ ഇതുപോലെ എൻ്റെ ഓഫീസിൽ നിന്ന് എൻ്റെ ക്ലിനിക്ക് കഞ്ഞിക്കുഴി, നമ്മുടെ ദേവലോക അരമനയിലോട്ട് പോകുന്ന ആ കഞ്ഞിക്കുഴിയിലെ ട്രെയിനിങ്ങിലാണ്. അപ്പോൾ ഞാനിങ്ങനെ ഇറങ്ങുമ്പോഴല്ലോ, എനിക്കറിയാവുന്ന ഒരു ബ്യൂട്ടീഷ്യൻ അവിടെ ബസ് നോക്കി നിൽക്കുന്നു. അപ്പം ഞാൻ എൻ്റെ ഡ്രൈവറോട് നിൽക്കാം, നമുക്ക് ആ കുട്ടിയെ കൂടെ കൊണ്ടുവന്ന് പറഞ്ഞ് അതിനെ കയറ്റി. ഞാൻ ചോദിച്ചു, മോൻ എന്നെ ഇത് താമസിച്ചേ? അന്നേരം പറഞ്ഞു, ആൻറ്റിക്ക് അറിയാവുന്ന 2 പേരിപ്പം വർക്കുണ്ടായിരുന്നു. ഞാൻ വർക്കെന്ന് പറഞ്ഞാൽ ഈ ഡൈ ചെയ്യുക, ഫേഷ്യൽ ചെയ്യുക, അതാണ് വർക്ക്.
അപ്പം ഞാൻ ചോദിച്ചു എവിടുത്തെ പിള്ളേരല്ല ഇച്ചിരി പ്രായമുള്ളവരാ. അതെ, അവരുടെ അമ്മായിപ്പനെ കോട്ടയം മെഡിക്കൽ സെൻറ്ററിൽ ICUവിൽ വെൻറ്റിലേറ്ററിൽ കിടക്കുക, ഇപ്പം മരിക്കും, ഇന്നോ നാളെയോ. അപ്പം ശവോടൊക്കെ വരും. അതിനവർ ഡൈ ചെയ്യാനും ഫേഷ്യൽ ചെയ്യാനായിട്ട് മരുമക്കൾ വന്നതാ. എന്നാ അല്ലേ, അതെന്നാന്നറിയാമോ? അപ്പം ആ കൊച്ചു തന്നെ എന്നോട് പറഞ്ഞു, ആൻറ്റി ഇപ്പം എല്ലാം ലൈവല്ലേ, നമ്മൾ ചത്ത് കിടക്കുമ്പോൾ ലൈവ്. അപ്പോൾ ഒരുങ്ങി, അച്ഛന്മാരോടും ഞാൻ പറയാറുണ്ട്, ഇച്ചിരി ഒരുങ്ങിയൊക്കെ വേണം പോകാൻ. മനസ്സിലായില്ലേ? നല്ലതായിട്ട് പാട്ട് പഠിച്ചിട്ടേ പോകാമല്ലോ, അവിടെ ചെന്ന് വേണമെന്ന് നിൽക്കരുത്. ഇതൊക്കെ ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുക എന്ന്, ഓസ്ട്രേലിയ, കാനഡ, യൂറോപ്പ് മുഴുവൻ. ഈ പിള്ളേരൊക്കെ ഇനി അച്ഛനാകുമ്പോൾ ഇതൊക്കെ ഓർത്തിരുന്നോണം കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞ എന്നറിയോ, എന്നാ പ്രകടനങ്ങളാണ് ഇവിടെ നടക്കുന്നത്, എന്ത് പ്രഹസനങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ശരിയാണോ ഞാനീ പറയുന്നത്? ആർക്കാരോടാണ് സ്നേഹം? നമ്മുടെ മക്കൾക്ക് നമ്മളോട് സ്നേഹമുണ്ടോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ശരിയായി. എന്നാൽ പിന്നെ പ്രിയപ്പെട്ടവരെ, എവിടെയൊക്കെയോ നമുക്ക് കൈമോശം വന്നു പോകുന്ന ചില കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? മൊറാലിറ്റി, ധാർമ്മികത കൈമോശം വന്നു പോകുന്നുണ്ട്. തിരിച്ചു പിടിക്കാനാവുമോ? നമുക്കൊരു തിരിച്ചുപോക്കിൻ്റെ സമയം കഴിഞ്ഞിരിക്കുന്നു പ്രിയപ്പെട്ടവരെ. നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കുടുംബ ബന്ധങ്ങളെ അതിൻ്റെ സർവ്വവിധ പ്രതാപങ്ങളോടും കൂടി പ്രിയപ്പെട്ടവരെ നമുക്കൊന്ന് തിരിച്ചു പിടിക്കാനാവുമെങ്കിൽ പലതിനും ഉത്തരവുണ്ട്. നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കുടുംബ പ്രാർത്ഥനകളെ, നമ്മുടെ പ്രാർത്ഥനാ ജീവിതങ്ങളെ തിരിച്ചു പിടിക്കാനാവണം. പണ്ടത്തെ നമ്മുടെ വല്യപ്പച്ചമാരും ഒക്കെ ഒത്തിരി പ്രാർത്ഥിച്ചിരുന്നവരാണ്. വയസ്സ് ചെല്ലുമ്പോൾ പ്രാർത്ഥിക്കാൻ വെക്കണ്ട കേട്ടോ. ഞാനങ്ങനെ ഓർത്തായിരുന്നു, 70-75 ആട്ടെ വർഷപ്പോൾ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് എന്നാന്ന് ചോദിച്ചാൽ, നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് ക്രമപ്പെടുത്തിയെടുക്കണം. അല്ലെങ്കിൽ പിന്നെ ഈ കൂടി വരവ് കൊണ്ട് ഒരർത്ഥവും ഇല്ല. അത് നമുക്ക് സ്നേഹിക്കാൻ പഠിക്കാം എല്ലാവരെയും നിരുപാധികം. തമ്പുരാൻ സ്നേഹിച്ചതുപോലെ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. അമ്മായിമ്മയെ സ്നേഹിക്കാൻ, മരുമകളെ സ്നേഹിക്കാൻ, ചേട്ടൻ്റെ ഭാര്യയും അനിയൻ്റെ ഭാര്യയും തമ്മിൽ. എനിക്ക് എല്ലാ ദിവസവും വരുന്നത് ഇങ്ങനത്തെ കേസാവുകൊണ്ടാണ് ഇത് പറഞ്ഞു പോകുന്നത്. ഒരെണ്ണത്തിനോട് സ്നേഹവും ഇല്ല. ചേട്ടനും അനിയനും കൂടെ മിണ്ടത്തില്ല, അനിയൻ്റെ ഭാര്യയും ചേട്ടൻ്റെ ഭാര്യയും കൂടെ മിണ്ടത്തില്ല. എന്നിട്ട് എല്ലാം പോക്കാം. ഇന്നലെ വന്ന ഒരെണ്ണം ഓസ്ട്രേലിയക്ക് തിരിച്ചു പോകണം. അപ്പോൾ ചേട്ടന് 3 പേര് വന്നിട്ടുണ്ട് ഓസ്ട്രേലിയയിൽ നിന്ന്, ചേട്ടനിയന്മാർ 3 പേരാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഒരുമിച്ചാണോ വന്നത്? ഒരുമിച്ചാ? അവർ നേരെ നോക്കിയാൽ മിണ്ടത്തില്ല, ഒരുമിച്ച് പോവുകയല്ല. മനസ്സിലാവുന്നുണ്ടോ? എന്തിനു വന്നു എന്ന് ഞാൻ ചോദിച്ചു. അന്നേപ്പം ഞാൻ കാണിക്കാൻ. ഞാൻ പറഞ്ഞു, ആദ്യം നിങ്ങൾ ചേട്ടത്തിമാരും അനിയത്തിമാരും എല്ലാം തമ്മിലൊന്ന് സ്നേഹം ഉണ്ടാക്ക്, ഒന്ന് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവ്. വിട്ട് വീഴണം. ഓർമ്മശക്തി വേണ്ട കുടുംബജീവിത വിജയത്തിന്. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയുന്നത്, മറക്കാനും പൊറുക്കാനും ക്ഷമിക്കാനും പഠിച്ചാൽ കുടുംബജീവിതം എത്ര മനോഹരമാക്കി എടുക്കാമെന്നറിയാമോ? കുടുംബജീവിതത്തിന് ഓർമ്മശക്തി വേണ്ട. പക്ഷെ കൗൺസിലിംഗ് നടത്തി ഞാൻ പഠിച്ച 1ാം പാഠം, കല്യാണം കഴിയുന്നതോടെ മനുഷ്യൻ്റെ ഓർമ്മശക്തി കൂടും. സത്യമാണോ? പെണ്ണ് കാണാൻ വന്ന അന്ന് തൊട്ട് ഇന്ന് വരെയുള്ളത് ഡേറ്റ് ഇട്ട് സമയത്ത് വേണേൽ പറയും. ഈയിടെ ഒരു സ്ത്രീ ഉണ്ട്, മാഡത്തിനറിയാവോ 73-ലായിരുന്നു കല്യാണം, മാഡത്തിനറിയാവോ 78 കൊച്ചുണ്ടായി, മാഡത്തിനറിയാവോ 80 വേറെ കൊച്ചുണ്ടായി, മാഡത്തിനറിയാവോ, ഇങ്ങനെ മാഡത്തിനറിയാവോ എന്ന് പറഞ്ഞു വന്നപ്പോൾ ഞാൻ ചോദിച്ചു, ഫസ്റ്റ് വേൾഡ് വാർ അറിയാവോ? അന്നേരം എന്നോട് അതൊന്നും എനിക്കറിയാൻ മേല. ഞാൻ പറഞ്ഞു, എന്നാൽ വേണ്ട, ഇൻഡിപെൻഡൻസ് ഡേ പറഞ്ഞാൽ മതി. ഇൻഡിപെൻഡൻസ് ഡേ 1956 ഞാൻ പറഞ്ഞു, അല്ല 47. ഞാൻ പറഞ്ഞു, പള്ളിക്കൂടത്തി പഠിക്കാൻ വിട്ടപ്പോൾ, തള്ളേ നിങ്ങൾക്ക് ഇത്ര ഓർമ്മശക്തി ഉണ്ടായിരുന്നേ, ഇന്ന് നിങ്ങൾ കലക്ടറായിട്ട് ഇരുന്നേനെ. മനസ്സിലാവുന്നുണ്ടോ? എന്തിനാണ് ഇത്ര ഓർമ്മശക്തി? അതുകൊണ്ട് പാസ്റ്റ് ഈസ് പാസ്റ്റ്. കഴിഞ്ഞുപോയ ഇന്നലകളുടെ പ്രശ്നങ്ങളെയും കൂട്ടിവെച്ച് മുമ്പേ അച്ഛൻ പറഞ്ഞ ഒരു ലാഡർ വെച്ച് അതിൻ്റെ മണ്ട കയറിയിരുന്ന് ജീവിക്കാൻ ശ്രമിക്കരുത്. ഇന്നലകൾ കൈവിട്ടു പോയില്ലേ, പോട്ടെ, വിട്ടുകള. നാളുകൾ നിങ്ങൾക്കറിയാവോ? ടുമോറോ ഈസ് എ മിസ്റ്ററി. നാളുകൾ നമുക്കറിയാവോ? നാളെ നേരം വെളുക്കുമെന്ന് നമുക്കറിയാവോ? അറിയില്ല, നമുക്ക് ഒന്നും അറിയില്ല. അതുകൊണ്ട് നാളുകളെ ഓർത്ത് നിങ്ങൾ ആകുലപ്പെടണം. ഇന്ന് ജീവിക്കാൻ നോക്കാം. ഇന്നുകളൊക്കെ നമ്മുടെ സ്വന്താണ്.
ഇന്നൊരു ദിവസത്തേക്ക് എനിക്ക് സ്നേഹിക്കാൻ പറ്റുമോ? ഇന്നൊരു ദിവസത്തേക്ക് എനിക്ക് വിട്ടുകൊടുക്കാൻ പറ്റുമോ? ഇന്നൊരു ദിവസത്തേക്ക് എനിക്ക് അംഗീകരിക്കാൻ പറ്റുമോ? അതെ, അംഗീകരിക്കണം. വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമ്പോൾ പരസ്പരം അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു കുടുംബം എന്ന് പറയുന്നത് പലതരത്തിലുള്ള വ്യക്തി ബന്ധങ്ങളുടെ ഒരു ശൃംഖലയാണ്. പല പ്രായക്കാർ, പല കുടുംബങ്ങളിൽ നിന്ന് വന്നവർ, പല സ്വഭാവക്കാർ, പലതരം വ്യക്തിത്വങ്ങളുടെ ഉടമകൾ ഒരു മേൽക്കൂരയ്ക്ക് കീഴിൽ വരുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും, പൊരുത്തക്കേടുകൾ ഉണ്ടാവും. ആര് പറഞ്ഞ് ഉണ്ടാവില്ല എന്ന്? ഇതൊക്കെ ഉണ്ടാവും, ഉണ്ടാവാതിരിക്കില്ല. പ്രത്യേകിച്ച് ഭാര്യ ഭർത്താവ് എന്ന് പറയുന്നത് രണ്ട് കുടുംബത്തിൽ വളർന്ന രണ്ടുപേരാ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമുക്ക് നമ്മുടെ അമ്മയെ സ്നേഹിക്കാൻ എളുപ്പമാണ്, ബിക്കോസ് അവരുടെ വയറ്റിൽ കിടന്നവരാ നമ്മൾ. അപ്പനെ സ്നേഹിക്കാൻ എളുപ്പമാണ്, ആ മനുഷ്യന്റെ ജീന്, രക്തമാണ് നമ്മുടെ സിരകളിൽ. ആങ്ങളെ സ്നേഹിക്കാം, പെങ്ങളെ സ്നേഹിക്കാം, ചേട്ടനെ സ്നേഹിക്കാം, അനിയനെ സ്നേഹിക്കാം. നമ്മുടെ ആരുമല്ലാത്ത ഒരുത്തിയെ, മനസ്സിലായില്ലേ? ഒരു രക്തബന്ധവും ഇല്ലാത്ത ഒരു സാധനത്തിന് മരണം വരെ കൊണ്ടുപോകുക എന്ന് പറയുന്നത് ചെറിയ പണിയൊന്നുമല്ല. നമ്മുടെ ഒരു ബന്ധമില്ലാത്ത ഒരുത്തനെ, സംഭവം മനസ്സിലായില്ലേ? നമ്മുടെ ആരുമല്ലാത്ത ഒരാളെ നമ്മുടെ എല്ലാമാക്കി മാറ്റിയ പ്രക്രിയയാണ് വിവാഹം. അതൊരു അത്ഭുതമാണ് പ്രിയപ്പെട്ടവരെ. അതൊരു രഹസ്യമാണെന്ന് പറയുന്നത് വെറുതെ അല്ല, അതൊരു അത്ഭുതമാണ്, അതൊരു മിറക്കിളാണ്. ആ മിറക്കിൾ സംഭവിക്കുകയാണെങ്കിൽ തലമുറകളെ ഓർത്ത് നിങ്ങൾ ആകുലപ്പെടേണ്ടി വരില്ല. ഒരു കുഞ്ഞിൻ്റെ വ്യക്തിത്വത്തെ നിർണ്ണയിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട 3 ഘടകങ്ങളാണ്. 1 പാരമ്പര്യം, 2 സാഹചര്യം, 3 മാതൃകകൾ. പാരമ്പര്യം എന്ന് പറയുന്നത് ജനറ്റിക്കലാണ്, ജന്മം കൊണ്ട് കിട്ടുന്നതാണ്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ 23 ക്രോമസോമുകൾ അച്ഛൻ്റെതും 23 അമ്മയുടേതുമാണ്. മുടക്കുമുതൽ 2 പേർക്കും ഈക്വലാ. അച്ഛനും മുടക്കി 23, അമ്മയും മുടക്കി. പക്ഷെ കൊച്ചു മിടുക്കനാണെങ്കിൽ നിങ്ങൾ എന്നാ പറയുന്നത്? എൻ്റെ വേനെന്ന് പറയും. മോശമാണെങ്കിലോ തള്ള ഒരുത്തരെ ഇത് നമ്മുടെ തലയിലാണല്ലോ. അതെ, ഇനി നിങ്ങൾ പറയണം, ആ പെണ്ണ് പറഞ്ഞ പോലെ 23 അവകാശമുള്ള എനിക്കെന്ന് കേട്ടോ. ഒരു ക്രോമസോം എന്ന് പറയുന്നത് 10,000 ജീനാണ്. 46 ക്രോമസോംസ് ഒരുമിച്ച് വരുമ്പോൾ 5.5 ലക്ഷത്തോളം ജീൻ. പക്ഷെ അത് മുഴുവൻ ഉപയോഗിക്കുന്നില്ല. ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ 46 ക്രോമസോമുകളും 3 ലക്ഷം ജീനുകളും 3% കെമിക്കലുമാണ് ഉപയോഗിക്കപ്പെടുക. ആ 3 ലക്ഷം ജീൻ എന്ന് പറയുന്ന അപ്പൻ്റെ അമ്മയുടെ അല്ല, വല്യപ്പൻ്റെയോ വല്യമ്മയുടെയോ കാർന്നോന്മാരുടെയോ ഒക്കെയാണ്. 5 or 6 തലമുറ പിറകിൽ ജീവിച്ചിരുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരുടെ പ്രത്യേകത നമ്മുടെ കുട്ടിക്ക് വരും. അതുകൊണ്ട് ഈ വഴി കിടക്കുന്നതിനെയും തെങ്ങ കയറുന്നതിനും കൊണ്ടുവരുന്നത് ഈ പറഞ്ഞ പിള്ളേർക്ക് മനസ്സിലാകത്തില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, പാരമ്പര്യം മാറ്റാൻ പറ്റില്ല. ഊട്ടി കൊണ്ട് പഠിപ്പിച്ചാലും കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി കൊണ്ട് ഇരുത്തി പഠിപ്പിച്ചാലും പാരമ്പര്യം കാണിക്കും. അതാണ് നമ്മൾ കൊടുക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? രണ്ടാമത്തേത് എൻവയോൺമെൻറ്റ് എന്ന് പറയും. ഞാൻ പണ്ട് സൈക്കോളജി പഠിച്ചപ്പോഴേ, സായിപ്പിൻ്റെ പുസ്തകം സൈക്കോളജി, സായിപ്പ് എഴുതി വെച്ചിരിക്കുന്നത് എന്നറിയാം, നല്ല അച്ഛനും അമ്മയ്ക്കും നല്ല പിള്ളേരുണ്ടാവും. സായിപ്പ് എഴുതി വെച്ചതാ. സായിപ്പ് അതിൻ്റെ ഇടയിൽ എഴുതി വെച്ചു, പിഴച്ച തന്തയ്ക്കും തള്ളയ്ക്കും പിഴച്ച പിള്ളേരുണ്ടാവും. ഞാനിത് പഠിച്ചു, പരീക്ഷയ്ക്ക് എഴുതണ്ടേ, അതിന് പഠിച്ചതാ. പക്ഷെ കഴിഞ്ഞ 46 years കൗൺസിലിംഗ് നടത്തി ഇത് പൊട്ടത്തരാന്ന് ഞാൻ പഠിച്ചു. നല്ല 1ാം തരം അപ്പനും അമ്മയ്ക്കും പിഴച്ച പിള്ളേരെ ഞാൻ കാണുന്നു. കള്ളു കുടിക്കാത്ത അപ്പനും ബാറിൽ നിന്ന് ഇറങ്ങാത്ത മോൻ ഇവിടെ തന്നെ കാണും. തപ്പിക്കോ? തിരിച്ച് യാതൊരു ഉത്തരവാദിത്വം ഇല്ലാതെ കുടുംബം നശിപ്പിച്ച് കൊളവാക്കി ജപ്തി നോട്ടീസ് മേടിച്ചിരിക്കുന്ന ചില അപ്പന്മാർക്ക് എല്ലാ ഉത്തരവാദിത്വങ്ങളെയും ഏറ്റെടുത്ത് കുടുംബത്തിൻ്റെ രക്ഷകൻ്റെ കുപ്പായമണിഞ്ഞ മക്കളെയും ഞാൻ കാണാറുണ്ട്. രണ്ടും സംഭവിക്കാറുണ്ട്. സാഹചര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത്, പിള്ളേർ സ്വീകരിക്കുന്നത് ഒക്കെ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് രാവിലെ എന്നെ വേദനിപ്പിച്ച ഒരു കേസ്, ഞാൻ ആദ്യത്തെ കേസാണ്. ഒരു പെൺകുട്ടി, മൈക്രോബയോളജി 2nd year പഠിക്കുന്ന ഒരു പെൺകുട്ടി, ഓർത്തഡോക്സാണ്. ഞാൻ അങ്ങനെ പറയുന്ന ഒന്നിനുമല്ല, നമ്മുടെ മകളെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് ആ കുട്ടി അമ്മ വേറൊരു സ്ഥലത്താണ്, ഇറ്റലിയിൽ. അറിയാലോ, ഇറ്റലിയിൽ ജോലി ചെയ്യുക കുടുംബം രക്ഷപ്പെടുത്താൻ. അപ്പന് ചെറിയ കടയാണ്, 2 കുട്ടികളാണ്. അപ്പന് കടയിൽ പോകുന്നു വരുന്നു. ഇവള് 10ാം ക്ലാസ്സിൽ സ്കൂൾ ടോപ്പാണ്, ഡാൻസ് ചെയ്യും, പാട്ട് പാടും, മിടിക്കുകയാണ്. ഫുൾ A+, 96 സംതിങ് ഉണ്ടായിരുന്നു. +2നും വലിയ കുഴപ്പമില്ലായിരുന്നു, ഒരു 92. ഇവള് ഒരു ചെറുക്കനുമായിട്ട് പ്രണയത്തിലായി. ഒരു ഹിന്ദു ചെറുക്കനാണ്. ആ ചെറുക്കനെ
ഇവർക്ക് വീട് 2 നില വീടാണ്. അമ്മ പോയി കിടന്ന് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ്. എല്ലാ രാത്രിയിലും അവൻ്റെ കൂടെ അവൾ ഉറങ്ങുന്ന അവളുടെ വീട്ടിൽ. 19 വയസ്സുള്ള പെണ്ണിന് ഗർഭിണിയായിട്ട് അബോർട്ട് ചെയ്യാൻ പോയി 10 ദിവസം മുമ്പ്. എറണാകുളത്തൊരു ഹോസ്പിറ്റലിൽ ചെറുക്കൻ്റെ ബൈക്കിൻ്റെ പിറകിലിരുന്ന് പോയി. അവരോർത്ത് അങ്ങോട്ട് ചെന്നാൽ ഉടനെ ഇത് മാന്തി എടുത്ത് കളഞ്ഞേച്ച് വിളഞ്ഞ് വിടുവന്നു. വൈകുന്നേരം വരെ കിടന്നു. കുറേ കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവൾ രാത്രി 10 മണിയായപ്പോൾ അവിടുന്ന് വഴക്കുണ്ടാക്കി വന്നതാണ്. വീട്ടിൽ വരുമ്പോൾ 10 മണി 10:30 വന്നപാടെ അപ്പൻ കരണക്കുറ്റിക്കിട്ട് 2 പൊട്ടീര് കുടിച്ചു. നീ എവിടെ ആയിരുന്നു? ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിൽ കറങ്ങാൻ പോയത്, രാത്രിയായിപ്പോയി. വണ്ടി ഞങ്ങൾ പോയ കാർ ബ്രേക്ക് ഡൗൺ ആയെന്നൊക്കെ ഇവൾ കള്ളം പറഞ്ഞു. അപ്പം പറഞ്ഞു, നീ എന്നെ വിളിച്ചു പറഞ്ഞു, എൻ്റെ ഫോൺ ഇത്രയും നേരം സ്വിച്ച് ഓഫ് ആയിരുന്നു. നീ പറയുന്നത് ഞാൻ വിശ്വസിക്കത്തില്ല, നീ എവിടെയായിരുന്നു സത്യം പറയാം. പക്ഷെ അവൾ പറഞ്ഞൊന്നുമില്ല, കൂട്ടുകാരുടെ കൂടെ ആയിരുന്നു പറഞ്ഞു. പക്ഷേ ഇവളുടെ അടുത്ത് നിന്നപ്പം ഹോസ്പിറ്റലിൻ്റെ ഒരു മണം അപ്പന് ഫീൽ ചെയ്തു. സ്പിരിറ്റും ഒക്കെ ഇട്ട് ഈ അബോർഷൻ ചെയ്തതല്ലേ, ഒരു വല്ലാത്ത മണം ഫീൽ ചെയ്തപ്പോൾ അപ്പനോർത്തു ഇവള് കഞ്ചാവ് അടിച്ചിട്ടുണ്ട്, മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടോ, നീ പൊളിക്കടി വാ എന്നൊക്കെ പറഞ്ഞ് അപ്പൻ ബഹളം ഉണ്ടാക്കി. അത് കഴിഞ്ഞ് ഇവളുടെ ബാഗ് തുറന്ന് നോക്കിയപ്പോഴാണ് അബോർഷൻ ചെയ്തതിൻ്റെ റെസിപ്റ്റും ഡോക്ടറുടെ സ്കാനിങ് റിപ്പോർട്ടും അപ്പൻ്റെ കിട്ടുന്നത്. തകർന്നു പോയി ആ മനുഷ്യൻ. അങ്ങനെയാണ് ഇന്ന് ആ കുട്ടിയെ എൻ്റെ അടുത്ത് രാവിലെ കൊണ്ടുവന്നത്. എനിക്കറിയില്ല എന്ത് ധൈര്യം നമ്മുടെ പിള്ളേർക്ക്. 18-19 വയസ്സുള്ള പെൺകുട്ടികളുടെ ധൈര്യം ഒന്ന് ആലോചിച്ച് നോക്കി. അമ്മ എന്നെ വിളിച്ച് ഒത്തിരി കരച്ചിൽ നടത്തി രാവിലെ. പക്ഷേ ഞാൻ പറയും, നിങ്ങൾ സൂക്ഷിക്കണം. നമ്മുടെ പിള്ളേരെ വളർത്തുമ്പോൾ സാഹചര്യങ്ങൾ, ഫോണ് ഒരു വില്ലനാണ്. ഫോൺ നല്ലതാണ്, ഫോൺ മോശമാണെന്ന് ഞാൻ പറയില്ല. എന്നെ കടമ്പനാട്ടുന്ന അച്ഛനോ കോശിയച്ഛനോ അല്ല ജിബിലച്ഛനോ ആരും വീട്ടിൽ വന്ന് വിളിച്ചതല്ല. ഞാൻ എൻ്റെ ഫോണിനെ വിശ്വസിച്ച് ഇവർ ഇട്ട് തന്ന ഈ ഗൂഗിൾ മാപ്പിനെ വിശ്വസിച്ച് ഇറങ്ങി പോന്ന ഈ അച്ഛനെയൊക്കെ വിശ്വസിച്ച് സത്യം ആ പെണ്ണ ഇവിടം വരെ എന്നെ കൊണ്ടുവന്ന്. അപ്പം അത് മോശമാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഈ ലോകം മുഴുവൻ ഞാൻ യാത്ര ചെയ്യുന്നയാളാണ്. അതുകൊണ്ട് പക്ഷേ അമ്മമാരും ഇതിന് അഡിക്റ്റാണ്, പല അമ്മമാരും. എനിക്കറിയില്ല, ഒത്തിരിയേറെ കുഴപ്പങ്ങൾ. എനിക്കെല്ലാം പറയാൻ നേരമില്ല, സമയം ഏതാണ്ട് തീർന്നിരിക്കുക. അതുകൊണ്ട് വിശുദ്ധിയിൽ മക്കളെ വളർത്തുക. പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? ആൺമക്കളുടെ നല്ല സുഹൃത്തായിരിക്കണം അപ്പൻ. നല്ല സുഹൃത്ത്, എല്ലാം കൊടുക്കുന്ന ആളെന്നല്ല അതിൻ്റെ അർത്ഥം. നിയന്ത്രിക്കേണ്ടടുത്ത് നിയന്ത്രിക്കാൻ, നോ പറയേണ്ടടുത്ത് നോ പറയാൻ, അവര് എവിടെ പോകുന്നു എന്തിനു പോകുന്നു എന്ന് പേടിക്കേണ്ട മക്കളെ. മാതാപിതാക്കൾക്ക് മക്കളെ പേടിയാ. വഴക്ക് പറയാൻ പേടി, തല്ലാൻ പേടി, വല്ലതും കാണിച്ചാലോ. എന്നിട്ട് എൻ്റെ അടുത്ത് രഹസ്യമായിട്ടാണ് പറയുന്നത്, ഞാൻ പറഞ്ഞെന്ന് പറയല്ലേ, വീട്ടിൽ വന്ന് അവൾ കൊല്ലട്ടെ തള്ളനെ, എന്നിട്ട് അവൾ ജയിലിൽ പോയി കിടക്കട്ടെ. എന്തിനാണ് നമ്മുടെ മക്കളെ നമ്മൾ പേടിക്കുന്നത്? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തലമുറകളെ രൂപപ്പെടുത്തണമെങ്കിൽ മക്കളോട് നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് നമ്മൾ ഒളിച്ചോടരുത്. ദൈവം നമുക്ക് തന്ന മനോഹരമായ കുടുംബം എന്ന് പറയുന്ന ആ സ്ഥാപനത്തെ അതിൻ്റെ എല്ലാ വിശുദ്ധിയിലും ഒരു തീർത്ഥയാത്രയായി കുരിശിൻ ചുവട്ടിൽ നിന്നുകൊണ്ട് അവിടുത്തെ തിരുരക്തത്തിൻ്റെ സംരക്ഷണത്തിൽ എല്ലാവരെയും ചേർത്ത് വെച്ചുകൊണ്ട് പോകാൻ നമുക്കൊന്ന് ശ്രമിക്കാം. കുടുംബജീവിതം മനോഹരമാണ്. അതുകൊണ്ട് നമുക്ക് സന്തോഷത്തോടെ പോകും, സന്തോഷമായിട്ടിരിക്കുക. ആദ്യമായിട്ടൊന്ന് ചിരിക്കാൻ പഠിക്കുക. ഇതിനകത്ത് ഇതുവരെ ചിരിക്കാത്ത പെണ്ണുങ്ങൾ ഇരിപ്പുണ്ട്. ചിലരുടെ മുഖത്ത് വ്യാകുലമാതാവിൻ്റെ അതേ മുഖം. വ്യാകുലമാതാവിനെ കണ്ടിട്ടില്ലേ? കുരിശെന്ന് ഈശോയുടെ രൂപം ഇറക്കി, അല്ല ഈശോയുടെ ഡെഡ് ബോഡി ഇറക്കി മടി വെച്ചിട്ടും അതുപോലെ ഇരിപ്പുണ്ട്. അച്ഛൻ കണ്ടില്ലേ? അച്ഛൻ കണ്ണാടി വെച്ചിരിക്കുന്നതുകൊണ്ട് കണ്ടു കാണാം. വേറെ ചിലരുടെ മുഖത്ത് വെട്ടുപോത്തിൻ്റെ പാവം. എന്നെ എന്ത് ക്രൂരായിട്ടാണ് നോക്കുന്നറിയാവോ? ഞാൻ ഏതാണ്ട് ചെയ്ത പോലെ. അതുകൊണ്ട് സന്തോഷമായിട്ടിരിക്കുക കേട്ടോ. വെൻ യു കോസ് എ പെയിൻ ടു സംബഡി ദാറ്റ് ഈസ് സിൻ. നിങ്ങളുടെ സാമീപ്യം ആർക്കെങ്കിലും നൊമ്പരമായി മാറുന്നുണ്ടെങ്കിൽ പാപമെന്ന് പറയുന്ന അതാണ്. ഓക്കെ, പാപം ചെയ്യണ്ട. നിങ്ങളുടെ സാമീപ്യം മറ്റുള്ളവർക്ക് സുഖകരമായ ഒരനുഭവമാക്കി മാറ്റാൻ സന്തോഷമായിട്ടിരിക്കുക. എപ്പോഴും സന്തോഷമായിരിക്കുക. നിരന്തരമായി ഇടതടവില്ലാതെ പ്രാർത്ഥിക്കുക.
അതെ, അപ്പം നമ്മുടെ ജീവിതത്തെ നമുക്ക് മനോഹരമായിട്ട് കൊണ്ടുപോകാൻ ഞാൻ നിർത്തിക്കോട്ടെ. അല്ല, ആർക്കെങ്കിലും എന്നെ വേണേൽ ഞാനിവിടെ നിൽക്കാം, പക്ഷെ എന്നെ നോക്കണം. എൻ്റെ ആ വയസ്സിനവിടെ അത്രേ കാണത്തുള്ളൂ സാർ. എന്നാ പറഞ്ഞാലും നോക്കിയിരിക്കുമല്ലേ പാവം. ഗേറ്റ് അടയ്ക്കുന്നതിന് മുമ്പ് ചെല്ലണ്ടേ? അതാ, കുറേ ദൂരമുണ്ട്, അടുത്തൊന്നുമല്ല. അതുകൊണ്ട് ഞാൻ നിർത്തും കേട്ടോ. അപ്പോൾ എല്ലാ ആശംസകളും